ഹലോ തേർഡ് ഇന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ഡിസോർഡേഴ്സ് ഡ്യൂ ടു സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്. അതാണ് നിങ്ങളുടെ ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ അത് നമ്മളതിനകത്ത് എന്താ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ കൂടുതൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി ഉണ്ടാക്കുന്ന ചില സബ്സ്റ്റൻസ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില സാധനങ്ങളെയാണ് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. അതിൻ്റെ പേരിൽ നിന്ന് തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചില സബ്സ്റ്റൻസ് കഴിക്കുന്നതുകൊണ്ട് മെൻ്റൽ ഫങ്ഷൻ അബ്നോർമലായി പോവുകയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈഡ് ഫങ്ഷൻ അല്ലാതെ ബ്രെയിൻ പെർഫോം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ ചില മാനസിക പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാകാം. അതാണ് അതായത് ഡിസോർഡേഴ്സ് ഡ്യൂ ടു സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ഒരു എക്സാമ്പിളാണ്. അതുപോലെ ഒരുപാട് വസ്തുക്കളുണ്ട്, ലഹരി വസ്തുക്കളുണ്ട്, ബ്രെയിനിനെ ഡിപ്രസ് ചെയ്യുന്ന ചില സാധനങ്ങളുണ്ട്, സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ചില സാധനങ്ങളുണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് മൈൻഡിൻ്റെ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ നോർമൽ ഫങ്ഷനെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ചില സബ്സ്റ്റൻസും അത് കൂടുതലായിട്ട് ചില ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ അവർക്ക് അതിൻ്റേതായ ചില അബ്നോർമാലിറ്റി ബ്രെയിൻ ഫങ്ഷനിലുണ്ടാകും. അത് അവരുടെ ദൈനംദിന ജീവിതത്തെയോ അവരുടെ ജോലിയെയോ അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന ആൾക്കാരെയോ ഒക്കെ ബാധിക്കും. ഈവൻ ഫാമിലിയെ, സൊസൈറ്റിയെ, കമ്മ്യൂണിറ്റിയെ ഒക്കെ ബാധിക്കും. അതൊരു പ്രശ്നമായി തീരുമ്പോൾ അവർക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരവസ്ഥയിൽ അവരെത്തിച്ചേരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിസോർഡറിനെയാണ് ഡിസോർഡർ ഡ്യൂ ടു സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഇന്ന് ഡീറ്റെയിൽഡായിട്ട് പോകാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒരു ദിവസത്തെ പത്രം എടുത്താൽ പല കാര്യം മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകം നടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മഹത്യ ലഹളകൾ നടക്കുന്നു, അല്ലെങ്കിൽ റേപ്പ് നടക്കുന്നു, അല്ലെങ്കിൽ ആത്മഹത്യകൾ നടക്കുന്നു. ഇതിൻ്റെ എല്ലാം നമ്മൾ ചരിത്രമോ ഹിസ്റ്ററിയോ അതിൻ്റെ കോസസോ ഒക്കെ വായിക്കുമ്പോൾ അതിനകത്ത് ആൽക്കഹോൾ ഇൻടേക്കിന് മെയിൻ ഒരു റീസൺ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് വീട്ടിലെ കുടുംബ സാഹചര്യം, അച്ഛനും അമ്മയും കുട്ടികളും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു, മാരിറ്റൽ ഡിസ്കോർഡ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഡൈവോഴ്സ് ഉണ്ടാകുന്നു, ഡിസേർഷൻ ഉണ്ടാകുന്നു. ഇതിൻ്റെയൊക്കെ പുറകിൽ ഈ പറയുന്ന ലഹരി മരുന്നുകളുടെ വസ്തുക്കളുടെ ഉപയോഗം ഒരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ സൊസൈറ്റിയിലും ഇപ്പം ശരിക്കും ആൽക്കഹോൾ ഉപയോഗിച്ച് നല്ലപോലെ ബോധമില്ലാതെ വണ്ടി ഓടിച്ചാൽ എത്രമാത്രം റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊരു സാമൂഹിക പ്രശ്നം കൂടെ ആണ്. പിന്നെ ലഹരി വസ്തുക്കൾ കഴിക്കുന്ന ബ്രെയിനിനെ അത് ഒരു തരത്തിൽ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡോളസൻസ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ യങ് അഡൾട്ട്സ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നു. അവരുടെ ജീവിതം തന്നെ പിന്നെ യൂസ്ലെസ്സായി പോവുക ചെയ്യുന്നത്. അതായത് എന്നും അവർക്ക് കഴിക്കണമെന്നുള്ളൊരു അഡിക്ഷൻ അവരുണ്ടാകും. പിന്നെ അവർ ലഹരി വസ്തുക്കൾക്ക് അടിമയാകും. പിന്നെ അവർ നല്ല ബോധത്തോടെ അല്ല നടക്കുന്നത്. അപ്പോൾ ഒരു നോർമൽ ഇൻഡിവിജ്വൽ, അതായത് ഇന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അടുത്ത ഭാവിയിലെ പൗരന്മാരാണല്ലോ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് മാതൃകാപരമായിട്ട് ജീവിക്കാനോ അവരൊരു പ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വലായിട്ട് മുന്നോട്ട് പോകാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസിന് ആൾക്കാരുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ വളരെ ഒരു പ്രധാന പങ്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെന്താണ് ഈ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ്, എങ്ങനെയാണ് അതുണ്ടാകുന്നത്, ഈ രോഗത്തിന് ചികിത്സയുണ്ടോ, ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ്, സമൂഹത്തെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നത്. Okay, now we will go on to the topic exactly. That is, we will deal here today what is the meaning and definition of psychoactive substance use. പിന്നെ അതിനകത്ത് ഒത്തിരി റിലേറ്റഡ് ടേം, നിങ്ങൾ മെഡിക്കൽ ആൻഡ് സൈക്കാട്രിക് ടേംസ് ഒക്കെ നിങ്ങൾക്ക് അറിയാനുണ്ട്. അതൊക്കെ അറിഞ്ഞു വെച്ചാൽ മാത്രമേ ഇതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ടേംസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ യു ഷുഡ് നോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദീസ് പർട്ടിക്കുലർ ടേംസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് പർട്ടിക്കുലർ കണ്ടീഷൻ. പിന്നെ ക്രൈറ്റീരിയ ഫോർ സബ്സ്റ്റൻസ് അബ്യൂസ് ആൻഡ് ഡിപ്പെൻഡൻസ്, അതായത് ഒരു വ്യക്തി ഈ ലഹരി വസ്തുക്കൾക്ക് അല്ലെങ്കിൽ ഈ സബ്സ്റ്റൻസിന് അടിമയാണോ അല്ലയോ എന്ന് എങ്ങനെ തീരുമാനിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ എപ്പോഴാണ് നമ്മൾ ആ വ്യക്തി ലഹരിക്ക് അടിമയാണെന്ന് പറയുന്നത്, അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ചില ക്രൈറ്റീരിയ ഒക്കെ ആ വ്യക്തിക്ക് ഉണ്ടാവണം. അതാണ് പറയുന്നത് ക്രൈറ്റീരിയ ഫോർ സബ്സ്റ്റൻസ് അബ്യൂസ് ഡിപ്പെൻഡൻസ്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് സബ്സ്റ്റൻസ് ഡിസോർഡർ, അതായത് എത്ര തരം സബ്സ്റ്റൻസ് ഉണ്ട് ആൾക്കാർക്ക് അഡിക്ഷൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് ഉണ്ടാക്കുന്നത്, അത് ഏതൊക്കെയാണ്. അങ്ങനെ അതിനെ നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഡിഫറെൻ്റ് അറിയണം. പിന്നെ ക്ലാസ്സസ് ഓഫ് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ്, അതായത് ഏതൊക്കെ സബ്സ്റ്റൻസാണ് അവർ ഉപയോഗിക്കുന്നത്, മനസ്സിലായോ? ഇപ്പോൾ തന്നെ ചിലർ കഞ്ചാവ് ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും, ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും, LSD, അങ്ങനെ പല നിക്കോട്ടിൻ കണ്ടെയ്നിങ് സബ്സ്റ്റൻസ്, അങ്ങനെ പല സബ്സ്റ്റൻസ് ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ ഈ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അത് ഏതൊക്കെയാണ്, എത്ര തരമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നെ ഈ ഒരു രോഗമുണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണ്,
ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് അറിയണം. പിന്നെ ഈ ഇതുകൊണ്ടുണ്ടാകുന്ന ഓരോ രോഗങ്ങളും അല്ലെങ്കിൽ അഡിക്ഷൻ ആയാലും ഡിപ്പെൻഡൻസ് ആയാലും അത് എന്തൊക്കെ സിംറ്റംസ് ആണ് പേഷ്യൻറ്റ് കാണിക്കുന്നത്, മനസ്സിലായി. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഓഫ് സബ്സ്റ്റൻസ് അബ്യൂസ്, ഇതിന് ചികിത്സ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുള്ളൂ. അപ്പോൾ ബ്രോഡായിട്ടുള്ളൊരു ടോപ്പിക്കാണെന്നറിയാം. ഇത് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിപ്പം ഈ സബ്സ്റ്റൻസ് അബ്യൂസ് വളരെ കൂടുതലായിട്ട് വരുന്നതുകൊണ്ട്, സമൂഹത്തിനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട്, ലീഗൽ തലങ്ങളിലും പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളിലും ഒക്കെ ഇതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഒരു ലഹരി വസ്തുക്കൾ വിൽക്കുന്ന ആരെങ്കിലും കണ്ടുപിടിക്കപ്പെട്ടാലോ അയാളൊരു കേസിൽ ഇൻവോൾവ് അയാൾക്ക് ജാമ്യമില്ലാത്ത കുറ്റമായിട്ടാണ് ഇപ്പോൾ ഇത് വെച്ചേക്കുന്നത്, മനസ്സിലായോ. കാരണം അവരെ വെളിയിലിറക്കി വിട്ട് കഴിഞ്ഞാൽ അവർ വീണ്ടും മറ്റുള്ളവർക്ക് നാശം ഉണ്ടാക്കും, ശല്യം ഉണ്ടാക്കും, സമൂഹത്തെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നൊക്കെ ഉള്ളതുകൊണ്ട് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് യൂസ് ഈസ് കൺസിഡർഡ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഓഫ് ദ സൊസൈറ്റി ടു ബി കൺസിഡേർഡ് സീരിയസ്ലി, മനസ്സിലായോ. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം നോളജ് ഉണ്ട്, അല്ലെങ്കിൽ സമൂഹത്തെ രക്ഷിക്കാൻ ഉള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ പെടുന്ന ആൾക്കാരാണല്ലോ നേഴ്സസും, ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് സബ്സ്റ്റൻസ് അബ്യൂസ് കൊണ്ടുണ്ടാകുന്ന രോഗം ട്രീറ്റ് ചെയ്യുമ്പോഴും അവർക്ക് കെയർ കൊടുക്കുമ്പോഴും അവരെ ആശുപത്രി കൊണ്ടുവരുമ്പോഴും ഒക്കെ എത്രമാത്രം അവയർനെസ് ഈ വ്യക്തികൾക്ക് ഇതിനെപ്പറ്റി ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെ സമൂഹത്തിനെ ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് രക്ഷപ്പെടുത്താൻ സാധിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നഴ്സസ് ഷുഡ് ബി ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രൊഫഷണൽ ഹു ഷുഡ് നോ മോർ അബൌട്ട് ദിസ് ടൈപ്പ് ഓഫ് ഇൽനസ്. അതുകൊണ്ടാണ് ഇതിവിടെ പഠിക്കുന്നത്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇത് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഒന്നുകിലൊരു ഷോർട്ട് നോട്ട്, അല്ലെങ്കിൽ എസ്സേ, അല്ലെങ്കിൽ ഗീവ് റീസൺ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒന്നല്ല അതിലധികം ഉണ്ടാവും. ഓക്കെ, സോ യു ഷുഡ് ടേക്ക് സ്പെഷ്യൽ ഇനിഷ്യേറ്റീവ് ടു ലേൺ ദിസ് പ്രോപ്പർലി. ഓക്കെ, അപ്പം നമുക്കിനി ആദ്യം നോക്കാം. ഇതിനകത്ത് പറയുന്നത് ഇനി എന്താണ് ഈ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എന്ന് നോക്കാം. അതായത് എനി സോർട്ട് ഓഫ് അബ്യൂസ് വിത്ത് ആൽക്കഹോൾ ഓർ ഡ്രഗ് വാസ് ഡിക്ലെയർഡ് ആസ് എ ഡിസീസ് ഇൻ 1956 ബൈ ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1956 എത്ര വർഷമായെന്ന് നോക്കിയേ, 60-65 വർഷത്തോളമായി, അല്ല അതിൽ കൂടുതലായി. അന്ന് തന്നെ ഇങ്ങനെ പറയുന്ന ഏതെങ്കിലും അബ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു സബ്സ്റ്റൻസിനോട് അടിമയാണെങ്കിൽ, അത് ഏത് ലഹരി വസ്തുവായാലും, ആൽക്കഹോളാണോ ഡ്രഗാണോ മറ്റേതെങ്കിലും ആയാലും, ഏത് കെമിക്കൽ സബ്സ്റ്റൻസ് ആയാലും അതിനോട് അടിമയാകുക, അല്ലെങ്കിൽ അതിനോട് എപ്പോഴും കഴിക്കണം എന്നുള്ള തോന്നലിലൊരു വ്യക്തി ആയിത്തീരുന്നതിനെ തന്നെ WHO 1956 മുതൽ ഒരു ഡിസീസായിട്ട് ഡിക്ലെയർ ചെയ്തേക്കുക, മനസ്സിലായോ. അപ്പോൾ ഒരിക്കലും ആൽക്കഹോൾ നമ്മുടെ റിലേറ്റീവായിട്ടോ അല്ലെങ്കിൽ അയൽവാസികളെയോ നമ്മുടെ ബന്ധുക്കളെയോ ഒക്കെ എന്നും ആൽക്കഹോൾ കഴിച്ച്, അല്ലെങ്കിൽ ആൽക്കഹോൾ കഴിക്കാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ വിചാരം അവർ ചുമ്മാതെ ഇഷ്ടത്തിന് ഒരു കാര്യം കഴിക്കുന്നു എന്നുള്ളതല്ല, അതായത് ഒരു രോഗമാണെന്നുള്ള ചിന്ത അവർക്കും ഇല്ല. പക്ഷേ ഇതൊരു രോഗമാണ്. അത് WHO എന്ന് പറഞ്ഞത് 1956 തൊട്ട് ഈ ഒരു കാര്യത്തെ രോഗമായിട്ട് ഡിക്ലെയർ ചെയ്തേക്കുക. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ടോൾഡ് ഹിയർ. ദാറ്റ് ഈസ് എനി സോർട്ട് ഓഫ് അബ്യൂസ് വിത്ത് ആൽക്കഹോൾ ഓർ ഡ്രഗ് വാസ് ഡിക്ലെയർഡ് ആസ് എ ഡിസീസ് ഇൻ 1956 ബൈ ദ WHO. 1956 തൊട്ട് WHO ഡിക്ലെയർ ചെയ്തേക്കുന്ന കാര്യമാണ് ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ലഹരി വസ്തുക്കളോടോ ആൽക്കഹോളിനോട് അല്ലെങ്കിൽ അഭിനിവേശമോ അല്ലെങ്കിൽ ആസക്തിയോ അല്ലെങ്കിൽ അതിന് അടിമ ആയിത്തീരുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു രോഗമാണെന്ന്. അതൊരു തമാശയല്ല, ഞാൻ കമ്പനീസിലേക്ക് കഴിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് വരുമ്പോൾ ഞങ്ങളൊരു എൻജോയ്മെൻറ്റിന് കഴിക്കുന്ന, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊരിക്കൽ കഴിച്ച് 2 പ്രാവശ്യം കഴിച്ച് പിന്നെ ദിവസം 3 ആക്കണം, പിന്നെ ദിവസം 4 പ്രാവശ്യം ആക്കണം, പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടണം, പിന്നെ അത് കഴിക്കാതെ ജീവിക്കാൻ വയ്യ. ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ആയി തീരുമ്പോഴാണ് ആൽക്കഹോളിക് സൈക്കോസിസ് വരെ എത്തും ആൾക്കാർ. അല്ലെങ്കിൽ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് ഒത്തിരി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നല്ല ബോധമില്ല. കാരണം ആൽക്കഹോളിനകത്തൊരു പോയിസൺ ഉണ്ട്, അത് ഡിപ്രസിങ് ടു ദ ബ്രെയിനാണ്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാനോ ശരിയേതോ തെറ്റേതെന്ന് മനസ്സിലാക്കാനോ ഒന്നും കഴിയത്തില്ല. അവർ ആൽക്കഹോൾ കഴിച്ചിട്ടാണ് കൂടുതലും റേപ്പിംഗ് ഒക്കെ നടക്കുന്നത് മിക്കയിടത്തും, അല്ലേ. അല്ലെങ്കിൽ അതിർത്തി തർക്കങ്ങളുണ്ടാകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകുന്നു. പിന്നെ ഈ കഴിഞ്ഞൊരു ദിവസവും ഒരു അച്ഛനും മകനും കൂടെ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് 2 പേരും ആൽക്കഹോൾ കഴിക്കും. അതിനെ മകൻ കഴിച്ചതിനെ അച്ഛൻ ക്വസ്റ്റ്യൻ ചെയ്തെന്നോ, അച്ഛൻ കഴിച്ചതിനെ മകൻ ക്വസ്റ്റ്യൻ ചെയ്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി 2 മോനെ അച്ഛനെ കൊന്നെന്നൊക്കെ പറഞ്ഞ് ഈ കഴിഞ്ഞ ആഴ്ച ഒരു പത്രത്തിലെ ന്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ എത്രയോ ന്യൂസുകൾ. ചിലർ വന്ന് ആൽക്കഹോൾ കഴിച്ചേച്ച് വന്ന് വീട്ടിലുള്ള ഫർണിച്ചറും വീട്ടിലെ ഇമ്പോർട്ടൻറ്റ് വേണ്ട കാര്യങ്ങളും ഒക്കെ തല്ലി ഉടയ്ക്കുക, തല്ലിപ്പൊട്ടിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എവിടെ കൊണ്ടിട്ട് ഇടിക്കുക, ആക്സിഡൻ്റ് ആക്കുക, മറ്റവരെ കൊല്ലുക. ഇതൊക്കെ ആൽക്കഹോളാണ് ഇതിൻ്റെ പുറകിൽ. അല്ലെങ്കിൽ ഏറെ ഏതെങ്കിലും ലഹരി മരുന്ന് കഴിക്കുന്നെങ്കിൽ അത്.
ഓക്കെ. അപ്പം now this disorder has become a matter of global concern because of the impact on individual health, familial health and social consequences, criminal and social problems. ക്രിമിനൽ ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ് ഞാനിപ്പോൾ ഒത്തിരി എക്സാമ്പിൾ പറഞ്ഞു. ഈവൻ അച്ഛനോ പോലും മക്കളെ പീഡിപ്പിക്കുന്നു പറഞ്ഞ് പത്രത്തിൽ എത്ര വാർത്തകൾ ഇപ്പോൾ വരാറുണ്ട്. ഒരുപക്ഷെ ഈ ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ അച്ഛനാണെന്നോ അച്ഛൻ്റെ മൊറാലിറ്റിയെ പറ്റിയോ ഇതെൻ്റെ മോളാണെന്നുള്ള ചിന്തയോ ചിലപ്പോൾ അവർക്ക് കാണത്തില്ല. കാരണം ആൽക്കഹോളിൻ്റെ അണ്ടറിൽ അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാനും അതുപോലെ തന്നെ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് ഉണ്ടാകാനും ഫാമിലി ഡിസ്കോർഡ് ഉണ്ടാകാനും പിന്നെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർ ഒരുപാട് തലേ ദിവസം കഴിച്ചു വന്ന് പിറ്റേ ദിവസം ആബ്സെൻ്റ് ആകുക, ജോലിക്ക് വരാതിരിക്കുക, വന്നാൽ അവരുടെ ജോലി ശരിക്കും ചെയ്യാതിരിക്കുക, എന്നിട്ട് മറ്റുള്ളവരുമായിട്ട് വഴക്ക് കൂടുക, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഉണ്ടാക്കി തീർക്കുന്നുണ്ട് സമൂഹത്തിൽ. അതുകൊണ്ടാണ് ഇതൊരു സോഷ്യൽ പ്രോബ്ലമായിട്ടും ഫാമിലി പ്രോബ്ലമായിട്ടും, ഇത് ഇൻഡിവിജ്വൽ പ്രോബ്ലം മാത്രമല്ല, അത് ഡെഫിനറ്റ്ലി അവർക്കുണ്ട്. അതായത് എല്ലാ സിസ്റ്റത്തിനെയും അഫക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള പ്രോബ്ലം ഇൻഡിവിജ്വലിനുണ്ട്. അതുകൂടാതെ തന്നെ അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും, ഫാമിലി മെമ്പേഴ്സിനായാലും കൊളീഗ്സിനായാലും അല്ലെ സമൂഹത്തിലെ മറ്റാൾക്കാരായാലും വെറുതെ വഴിയെ പോകുന്ന ആൾക്കാർക്ക്, ഒരു നിരപരാധികളായിട്ടുള്ള ഒരാൾ റോഡിൽ പോകുന്ന ഒരാളിനും സംഭവിക്കാം. എങ്ങനെയാണ്? കാരണം ഇയാൾ കുടിച്ചിട്ട് പോയി റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് ഉണ്ടായ ഒരു നിരപരാധിയായിരിക്കും ചിലപ്പം കൊല്ലപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുന്നതാണെങ്കിൽ അതുകൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റിന് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിന് കൂടുതൽ കൺസേൺ അത്യാവശ്യമായിട്ട് വന്നേക്കുന്നത്. ഓക്കെ. ഈ അടുത്ത കാലത്ത് റെസ്ട്രിക്റ്റ് ചെയ്തായിരുന്നു, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പോൾ അവരെ പിടിക്കപ്പെട്ടാൽ അവരെ കൊണ്ട് ആൽക്കഹോൾ കണ്ടൻറ്റ് അറിയാൻ വേണ്ടി അവരെ കൊണ്ട് അവരുടെ ബ്രീത്ത് അനലൈസറും ഒക്കെ ഉപയോഗിച്ച് ബ്രീത്ത് അനലൈസ് ചെയ്ത് നോക്കുമായിരുന്നു, അല്ലേ? ഇപ്പോൾ ഈ കോവിഡൊക്കെ വന്നപ്പോഴത്തേക്ക് തൽക്കാലം ഊതിയാൽ അത് പ്രശ്നമല്ലേ, കാരണം ജേംസും കൂടെ അല്ലേ വെളിയിലോട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും തൽക്കാലം അതൊന്നും ആരും ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് അതായത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ളവരൊക്കെ എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇനി ഗ്ലോബൽ ഇമ്പോർട്ടൻസ് വന്നേക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷേ ഇതിൽ കൂടുതൽ വെസ്റ്റേൺ കൺട്രീസിൽ ആൽക്കഹോളിസം ഒരു പ്രോബ്ലമാണ്. ഓക്കെ. അപ്പോഴേ ഇനി നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡർ എന്ന് ചോദിച്ചാൽ, ഡിസീസ് ഡ്യൂ ടു സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് refers to a condition arising from abuse of alcohol or psychoactive drugs and other chemicals such as solvents. അതായത് ഈ പറയുന്ന അതായത് എന്താണ് ഈ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഡിസോർഡർ എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഇസ് എ ഡിസീസ് കണ്ടീഷൻ ഡ്യൂ ടു സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്. സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ. refers to a condition arising from abuse of alcohol, psychoactive drugs and other chemicals such as solvents. ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് അവർക്കൊരു അത് ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാകുമ്പോഴാണ് അതിന് ഡിസീസ് എന്ന് പറയുന്നത്. ആ ഡിസീസ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് ഇസ് ഡ്യൂ ടു സൈക്കോആക്റ്റീവ് സബ്സ്റ്റൻസസ് സച്ച് ആസ് ആൽക്കഹോൾ, psychoactive drugs and other chemicals such as solvents. And this disorder is classified under F1 in ICD-10. നമ്മൾ മാനസിക രോഗത്തെയൊക്കെ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് എന്നും പറഞ്ഞ് ഡിസീസ് 10 എന്നും പറഞ്ഞ് നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചായിരുന്നു. അത് ലോകാരോഗ്യ സംഘടന അല്ലെങ്കിൽ WHO ക്ലാസിഫിക്കേഷനാണ് ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് 10th റിവിഷൻ. അതിനകത്ത് നമുക്കറിയാം ഓരോ രോഗത്തിനും ഓരോ ആൽഫ ന്യൂമറൽ നമ്പറാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. അതായത് ആ നമ്പറിനകത്ത് ഒരു ആൽഫബറ്റും കാണും, ഒരു ന്യൂമറിക്കൽ നമ്പറും കാണും. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് കണ്ടോ, F1 എന്നുള്ള ഫസ്റ്റ് പ്ലേസാണ് ഇതിന് കൊടുത്തേക്കുന്നത് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഡിസോർഡറിന്. അതായത് ആൽഫബറ്റ് F ആണ്. അതായത് നമ്മുടെ സൈക്കാട്രിക് ഡിസീസിൻ്റെ എല്ലാ ആൽഫബറ്റും F ആണ്. അതിനകത്ത് 1, 2, 3, 4 up to 99 വരെ ഉണ്ട് ന്യൂമറൽ. അപ്പോൾ ഇതിനകത്ത് F1 എന്ന് പറയുന്ന നമ്പറാണ് ഈ പറയുന്ന ICD-10 ക്ലാസിഫിക്കേഷനിൽ ഈ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഡിസോർഡറിന് കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? സോ ദിസ് ഡിസോർഡർ ആർ ക്ലാസിഫൈഡ് അണ്ടർ F1 ഇൻ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് 10th റിവിഷൻ. ഓക്കെ. ഇനി നമുക്ക് ഇതിനകത്ത് കുറേ റിലേറ്റഡ് ടേംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് ഇനി സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ ഭാഷയിൽ ഡിക്ഷണറി മീനിങ് എന്ന് വെച്ചാൽ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ മീനിങ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ടേമിൻ്റെ അർത്ഥം ഒരു സാധനം എന്നേ അർത്ഥമുള്ളൂ. പക്ഷേ ഇവിടെ വരുമ്പോൾ ആ അർത്ഥമല്ല. സബ്സ്റ്റൻസ് റെഫർ ടു എനി ഏജൻറ്റ്, എ ഡ്രഗ്, മെഡിക്കേഷൻ, കെമിക്കൽ ഓർ ടോക്സിൻ ദാറ്റ് ക്യാൻ ബി അബ്യൂസ്ഡ്.
അതായത് ഈ പറയുന്ന ഏതെങ്കിലും സാധനങ്ങൾ ഒന്നൊരു ഡ്രഗ് ആകാം, അല്ലെങ്കിൽ ഒരു മെഡിക്കേഷൻ ആകാം, അല്ലെങ്കിൽ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആകാം, അല്ലെങ്കിൽ ഒരു ടോക്സിൻ ആകാം. ഇത് ഏതെങ്കിലും ഒരു ദുരുദ്ദേശത്തോടു കൂടി ഉപയോഗിക്കുന്നതിനാണ് ഇത്രയും വസ്തുക്കളെ നമ്മൾ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം പല മരുന്നും കഴിക്കുന്ന രോഗം മാറാൻ വേണ്ടിയാണ്. പക്ഷെ ചില മനുഷ്യരുണ്ട് രോഗം മാറാൻ വേണ്ടിയല്ല, ആ വസ്തുവിൻ്റെ ലഹരിയുടെ ഇഫക്റ്റ് എനിക്ക് കിട്ടണം എന്നുള്ള പർപ്പസോടെ അത് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ അതിനെ അബ്യൂസ് എന്ന് പറയുന്നത്. അതായത് ശരിക്കുള്ള യൂസിനല്ല അവർ ഉപയോഗിക്കുന്നത്, പകരം അതിൻ്റെ വേറെ ഇഫക്റ്റ് എടുത്ത് അവർക്ക് അതുകൊണ്ട് ലഹരി എൻജോയ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ പറയുന്ന സബ്സ്റ്റൻസ് എല്ലാം തന്നെ അബ്യൂസിന് ഉപയോഗിക്കുന്ന. അപ്പം എനി ഓഫ് ദീസ് സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ബി അബ്യൂസ്ഡ് ഈസ് കോൾഡ് എ സബ്സ്റ്റൻസ് ഹിയർ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ എവിടെ സബ്സ്റ്റൻസ് എന്ന് ഉപയോഗിച്ചാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് റെഫേഴ്സ് ടു എനി ഏജൻറ്റ്, ദാറ്റ് മീൻസ് എ ഡ്രഗ്, മെഡിക്കേഷൻ, കെമിക്കൽ ഓർ ടോക്സിൻ ദാറ്റ് ക്യാൻ ബി അബ്യൂസ്ഡ്. ഓക്കെ. പിന്നെ അടുത്തത് ഇനി അബ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു എ മാലഡാപ്റ്റീവ് പാറ്റേൺ ഓഫ് യൂസ് ഓഫ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഇമ്പേഴ്സ് ഹെൽത്ത്. ഏത് വസ്തുക്കളും ദുരുപയോഗത്തോടു കൂടി അതിൻ്റെ മെഡിക്കൽ ഇഫക്റ്റിന് വേണ്ടി അല്ലാതെ ദുരുപയോഗത്തോടു കൂടി ഉപയോഗിച്ച് അത് ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് അബ്യൂസ്. മനസ്സിലായോ? അതാണ് അബ്യൂസ്. അത് റെഫേഴ്സ് ടു മാലഡാപ്റ്റീവ് പാറ്റേൺ ഓഫ് യൂസ് ഓഫ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഇമ്പേഴ്സ് ഹെൽത്ത്. അപ്പോൾ സബ്സ്റ്റൻസ് എന്താണെന്നറിയാം, ആ സബ്സ്റ്റൻസ് എടുത്ത് മാലഡാപ്റ്റീവ് ആയിട്ട് എടുത്ത് ഉപയോഗിച്ചാൽ അത് ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് പറയുന്ന പേരാണ് അബ്യൂസ് എന്ന്. ഓക്കെ. ഇനി അടുത്തത് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് ചോദിച്ചാൽ എന്താണെന്ന് നോക്കാം. എ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഇസ് എ ഡ്രഗ്. It can be one that is capable of altering mental function. അതായത് ഈ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് പറഞ്ഞാൽ ഏത് സബ്സ്റ്റൻസും ബ്രെയിനിൻ്റെ നോർമൽ ഫങ്ഷനെ ഓൾട്ടർ ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണെങ്കിൽ ആ സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന്. മനസ്സിലായോ? എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ആൽക്കഹോൾ ഉപയോഗിച്ചാൽ ആൽക്കഹോൾ ഒരു CNS ഡിപ്രസൻ്റ് ആണ്. അപ്പം ആ CNS ഡിപ്രസൻ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് ബ്രെയിൻ അലേർട്ടായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ആൽക്കഹോളിനകത്തുള്ള ടോയ്സൺ മസ്കുലർ സ്കെലിറ്റൽ സിസ്റ്റത്തിനെ ബാധിക്കും. അതുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ പ്രോപ്പർലി കഴിവില്ലായിരിക്കും. അതുകൊണ്ട് നാക്ക് കുഴഞ്ഞ് സംസാരിക്കുക, എവിടെയെങ്കിലും മറിഞ്ഞു വീഴാൻ പോവുക, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനും ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നതാണ് അബ്യൂസ് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് റെഫേഴ്സ് ഇറ്റ്സ് എ സബ്സ്റ്റൻസ് ഈസ് ദാറ്റ് സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഓൾട്ടറിങ് മെൻ്റൽ ഫങ്ഷൻ. അല്ലേ? മെൻ്റൽ ഫങ്ഷൻ ഓൾട്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ പ്രോപ്പർ ഫങ്ഷനെ അത് അഫക്റ്റ് ചെയ്യും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ എല്ലാ സിസ്റ്റത്തിനെയും കൺട്രോളിങ് ഫാക്ടർ ബ്രെയിനാണ്. അല്ലേ? മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റത്തിനെ ആണെങ്കിലും നമ്മുടെ സെൻസറി സിസ്റ്റത്തിനെ ആയാലും പിന്നെ സെൻസ് ഓർഗൻസിനെ ആയാലും നമ്മുടെ മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റം എല്ലാ സിസ്റ്റത്തിനും ഒരു സെൻറ്റർ ബ്രെയിനിലുണ്ട്. അപ്പം ബ്രെയിനിനെ അത് ഡിപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ വസ്തുക്കളെയും അല്ലെങ്കിൽ എല്ലാ സിസ്റ്റവും വിച്ച് ഇസ് അണ്ടർ ബ്രെയിൻ ഈസ് ഓൾസോ വിൽ ബി അഫക്റ്റഡ്. Okay, that is called psychoactive substance means one that is capable of altering mental functioning. Okay, പിന്നെ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു എ certain physiological and psychological phenomena induced by the repeated intake of a substance. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സബ്സ്റ്റൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചല്ലോ, ആ സബ്സ്റ്റൻസ് എപ്പോഴും എടുത്ത് വീണ്ടും എടുത്ത് ഒരു അവസ്ഥയിലെത്തുക, എന്നിട്ട് അവർക്ക് എന്നും അത് എടുത്തെങ്കിലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിത്തീരുക. അതാണ് പറയുന്നത് ഡിപ്പെൻഡൻസ്. അതായത് ആശ്രയത്വം, അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഇറ്റ് റെഫേഴ്സ് ടു എ സർട്ടൻ സൈക്കോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഫിനോമിന ഇൻഡ്യൂസ്ഡ് ബൈ ദ റിപ്പീറ്റഡ് ഇൻടേക്ക് ഓഫ് ദി സബ്സ്റ്റൻസ്. അപ്പോൾ എന്നും അത് കഴിക്കുന്ന ഒരു വ്യക്തി ഒരു സാധാരണ മനുഷ്യനെ പോലെ ആയിരിക്കത്തില്ല അയാളുടെ ഫിസിയോളജിക്കൽ ഫങ്ഷനും സൈക്കോളജിക്കൽ ഫങ്ഷനും നടക്കുന്നത്. അതിൻ്റെ ആ അവസ്ഥയ്ക്കാണ് പറയുന്നത് ഡിപ്പെൻഡൻസ്. മനസ്സിലായോ? പിന്നെ ഒന്നുണ്ട് വിഡ്രോയൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിഡ്രോ മീൻസ് പിന്തിരിയുക എന്നാണല്ലോ അർത്ഥം. വിഡ്രോയൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഒക്കറിങ് വെൻ എ സബ്സ്റ്റൻസ് ഓർ ഡ്രഗ് ഈസ് റെഡ്യൂസ്ഡ് ഓർ ഇൻ എമൗണ്ട് ഓർ വിഡ്രോൺ വിച്ച് ലാസ്റ്റ് ഫോർ എ ലിമിറ്റഡ് ടൈം. അതായത് എന്നും കഴിച്ചുകൊണ്ടിരുന്ന ഒരു ലഹരി വസ്തുവിൽ നിന്ന്, അതായത് ആൽക്കഹോൾ ആകാം, ഡ്രഗ് ആകാം, എന്ത് കെമിക്കൽ സബ്സ്റ്റൻസ് എന്നും ഉപയോഗിച്ചുകൊണ്ടിരുന്നതിന് ആ ഒരു വസ്തുവിൽ അത് കഴിക്കുന്നതിൻ്റെ അളവിൽ കുറവ് വരുത്തുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് നിർത്തുകയോ ചെയ്താൽ ആ വ്യക്തിക്ക് ഒരു പ്രത്യേക അവസ്ഥ അനുഭവപ്പെടും. ആ അവസ്ഥ അത് കുറച്ച് നേരത്തേക്ക് മാത്രമേ കാണുകയുള്ളൂ, അത് ലൈഫ് ലോങ് ലാസ്റ്റിംഗ് അല്ല. പക്ഷേ കുറച്ച് നേരത്തേക്ക് ആ വ്യക്തിക്ക് ഒരു വളരെ അബ്നോർമലായിട്ടുള്ള ഒരു അവസ്ഥ അനുഭവപ്പെടും. ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് വിഡ്രോവൽ സ്റ്റേറ്റ്. മനസ്സിലായല്ലോ? അതായത് ഇറ്റ് റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് അത് പേഷ്യൻറ്റ് സൈൻ ആൻഡ് സിംറ്റം രോഗിയെ പോലെ അവിടെ ബിഹേവ് ചെയ്യുന്നത്. അതാണ് പറയുന്നത് ഇറ്റ് ഇസ് റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഒക്കറിങ് വെൻ എ സബ്സ്റ്റൻസ് ഓർ ഡ്രഗ് ഈസ് റെഡ്യൂസ്ഡ് ഇൻ എമൗണ്ട് ഓർ വിഡ്രോൺ ആൻഡ് വിച്ച് ലാസ്റ്റ് ഫോർ എ ലിമിറ്റഡ് ടൈം. ഇപ്പോൾ എന്നും ആൽക്കഹോൾ കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്, ഒരു ദിവസം എന്നും 2 പെഗ് അടിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു കുറേ നാളായിട്ട്. അയാളുടെ അളവ് കുറച്ച് 1 പെഗ് ആക്കി എന്നിരിക്കട്ടെ, എന്തെങ്കിലും കാരണം കൊണ്ട് 1 പെഗ് ആക്കിയെങ്കിൽ അയാൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചു.
അല്ലെങ്കിൽ അത് കുറേ ദിവസത്തേക്ക് കുടിക്കാതിരിക്കുക, അല്ലെങ്കിൽ എടുക്കുന്നേ ഇല്ല എന്നൊരവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഇന്ന് അനുഭവപ്പെടുന്ന സൈൻ ആൻഡ് സിംറ്റംസിൻ്റെ സം ടോട്ടലിനെയാണ് ഈ വിത്ഡ്രോവൽ സിംറ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതൊക്കെ ഷോർട്ട് നോട്ടിനും ഡെഫിനിഷനും ഗിവ് മീനിങ് എന്നൊക്കെ പറഞ്ഞ് എഴുതാം. അപ്പോൾ വിത്ഡ്രോവൽ സ്റ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി എഴുതാൻ അറിയണം. സോ ഇറ്റ് റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഒക്കറിങ് വെൻ എ സബ്സ്റ്റൻസ് ഓർ ഡ്രഗ് ഈസ് റെഡ്യൂസ്ഡ് ഇൻ എമൗണ്ട് ഓർ വിത്ഡ്രോൺ വിച്ച് ലാസ്റ്റ് ഫോർ എ ലിമിറ്റഡ് ടൈം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റിലേറ്റഡ് ടേംസ്. പിന്നെ ചിലതിനകത്ത് അഡിക്ഷൻ ഉള്ളൊരു പേരുണ്ട്. അതായത് അഡിക്ഷൻ, അതായത് അതിന് പറയുന്ന പേര് ഈ പറയുന്ന ലഹരി വസ്തുക്കൾ വീണ്ടും വീണ്ടും ഉപയോഗിച്ച് അത് എന്നും ഉപയോഗിക്കണം എന്നൊരു ടെൻഡൻസി ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് അഡിക്ഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് റെഫേഴ്സ് ടു എ സ്റ്റേറ്റ് that state when a person experiences severe psychological and behavior independence on drugs or alcohol. എന്ന് പറഞ്ഞാൽ ആ ഡ്രഗോ, എന്ന് ഉപയോഗിച്ചിരുന്ന ഡ്രഗോ അല്ലെങ്കിൽ ആ വസ്തുവോ, എന്ത് സബ്സ്റ്റൻസ് ആണോ അവർ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ സബ്സ്റ്റൻസ് ഇല്ലാതെ അവർക്ക് ജീവിക്കാനേ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിൽ എത്തിച്ചേരുന്നതാണ് ഈ പറയുന്ന അഡിക്ഷൻ. മനസ്സിലായോ? ഇപ്പോൾ തന്നെ ചില വസ്തുക്കളുണ്ട്, ഈവൻ പിന്നെ ആൽക്കഹോൾ എന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്നും അത് കഴിച്ചേ പറ്റത്തുള്ളൂ. അവരുടെ പൈസ ഒരു ദിവസം വന്നപ്പോഴത്തേക്ക് അവരുടെ പൈസ ഇല്ലാന്നിരിക്കട്ടെ വാങ്ങിക്കാൻ. അങ്ങനെയാണെങ്കിൽ പോലും അവർ ഏതെങ്കിലും മാർഗം കണ്ടുപിടിച്ച് അവർ ആൽക്കഹോൾ കടയിൽ പോയി അത്രയും ആൽക്കഹോൾ കഴിച്ചിരിക്കും. അല്ലെങ്കിൽ അവർക്ക് റേഡ് വരിക, അവർക്ക് വേറെ ചില അബ്നോർമാലിറ്റി ഉണ്ടാകുക, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ പ്രോബ്ലം ഉണ്ടാകുക, അതൊക്കെ കൊണ്ട് അവർക്ക് കഴിച്ചേ പറ്റുള്ളൂ എന്ന്. അങ്ങനെയുള്ളവരാണ് ഒരുപക്ഷെ അങ്ങനെയുള്ളവരായിരിക്കാം ചിലപ്പോൾ ഈ അഡോളസൻസ് ഒക്കെ കണ്ടിട്ടില്ലേ, സ്കൂട്ടറിലൊക്കെ വന്ന് സ്ത്രീകളുടെയൊക്കെ മാല പൊട്ടിച്ചുകൊണ്ട് പോവുക എന്നൊക്കെ കേൾക്കാറുണ്ട്. അതല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കുന്ന പൈസ എടുത്ത് എടുത്തുകൊണ്ട് പോകുന്ന കുടിക്കുന്ന അഡോളസൻസ് ഉണ്ട്. അതല്ല പ്രായമായ ആൾക്കാരാണെങ്കിൽ തന്നെ വീട്ടിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ ആരും അറിയാതെ എടുത്തുകൊണ്ട് പോയി വിറ്റിട്ട് പൈസ വാങ്ങിച്ച് മദ്യം ഉപയോഗിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഈ സബ്സ്റ്റൻസ് എടുത്ത് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്, കാരണം അവർക്ക് കുടിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്, അവർ ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ള അവസ്ഥയിലുള്ളവർക്ക് ഈ വിത്ഡ്രോവൽ സിംറ്റംസ് ഒക്കെ അവർക്ക് വരുന്നത് കൊണ്ടും അവർ വളരെ അബ്നോർമലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ പർട്ടിക്കുലർ ടൈമിൽ അവർക്ക് കഴിക്കണം. അതിന് അവരുടെ പൈസ ഇല്ലെങ്കിൽ അവർ എവിടെ നിന്നെങ്കിലും പൈസ ഉണ്ടാക്കി അവർ കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ദ addiction. അതായത് addiction refers to that state when a person experiences severe psychological and behavior dependence on drugs or alcohol. ഇത് നമ്മൾ പത്രങ്ങളിലൊക്കെ വാർത്തകളിലും നമ്മുടെ അടുത്തടുത്തുള്ള വീടുകളിലോ അല്ലെങ്കിൽ പലയിടത്തും ഈവൻ സിനിമയിലും ഒക്കെ നമ്മൾ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആൽക്കഹോളിക്സിൻ്റെ അഡിക്സിൻ്റെയും കാണാറുള്ളതാണ്. അല്ലേ? എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. ചിലപ്പോൾ അവർ കത്തിക്കൂത്ത്, വഴക്ക്, ബഹളം, വീട്ടിൽ പൈസ മക്കൾ വന്ന അച്ഛനും അമ്മയോട് പൈസ ചോദിച്ചു അവർ കൊടുത്തില്ലെങ്കിൽ അവരെ വഴക്കുണ്ടാക്കുക. പ്രത്യേകിച്ച് ചില വീട്ടിലൊക്കെ ഉണ്ട് അവിടെ അച്ഛന് കാണത്തില്ല, അമ്മ മാത്രമേ കാണത്തുള്ളൂ. ഒരു മെയിൽ ഓൾഡ് അഡോളസൻ ബോയ് അവിടെ ഉണ്ടെങ്കിൽ അമ്മയെ ബെരുട്ടി അവർ പൈസ വാങ്ങിക്കും, അമ്മയെ ഉപദ്രവിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഒക്കെ വീട്ടിലുണ്ടാകുമ്പോൾ അവർ പേടിയായതുകൊണ്ട് ചിലപ്പോൾ പൈസ കൊടുത്തെന്നിരിക്കും. അങ്ങനെ ഇൻഡയറക്റ്റ്ലി ആണെങ്കിലും ഇതിനെ ഒരു വളം വെച്ച് കൊടുക്കുന്ന അച്ഛനമ്മമാരും ഉണ്ട്. അതൊരു പക്ഷേ പേടി കൊണ്ടായിരിക്കും. മനസ്സിലായോ? അങ്ങനത്തെ അവസ്ഥയിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺസ് ബിഹേവിയർ വിൽ ബി ഇൻ സച്ച് എ വേ ദാറ്റ് ഹി വാണ്ട്സ് സം മണി ടു ഗെറ്റ് ബൈ ഡ്രിങ്ക്സ് ഓർ ടു ഗെറ്റ് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. ഓക്കെ, പിന്നെ ഒരു കാരണം വേറൊരെണ്ണം ഉണ്ട്, ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് ആഫ്റ്റർ റിപ്പീറ്റഡ് അഡ്മിനിസ്ട്രേഷൻ എ ഡ്രഗ് പ്രൊഡ്യൂസസ് എ ഡിക്രീസ്ഡ് ഇഫക്റ്റ് ഓൺ ഇൻക്രീസിങ് ഡോസസ് ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ദ സെയിം ഇഫക്റ്റ്. അതായത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് ആഫ്റ്റർ റിപ്പീറ്റഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ ഡ്രഗ് പ്രൊഡ്യൂസസ് എ ഡിക്രീസ്ഡ് ഇഫക്റ്റ് ഓർ ഇൻക്രീസിങ് ഡോസസ് ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ദ സെയിം ഇഫക്റ്റ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എന്നും ഒരു പെഗ് അടിച്ചെന്നിരിക്കട്ടെ, ഒരു പെഗ് എന്ന് പറഞ്ഞാൽ ഒരു 30 അല്ലെങ്കിൽ ഒരു 50 ml, എനിക്കറിയത്തില്ല എക്സാക്ട്ലി ഇവർക്ക് എത്ര ml കഴിക്കാൻ വേണ്ടത്, എന്നാലും എന്നൊരു 50 ml എന്നും കഴിച്ചെന്നിരിക്കട്ടെ. ആ എന്നും കഴിക്കുന്ന 50 ml ഈ ഒരു ആൽക്കഹോൾ ഇഫക്റ്റ് കിട്ടണമെങ്കിൽ ഇന്ന് 50 ml കഴിച്ചാൽ നാളെ 50 ml കഴിച്ചാൽ അവർക്ക് ആ ഇഫക്റ്റ് കിട്ടത്തില്ല. അതിന് ഒരു ശകലം കൂടെ എങ്കിലും ഒരു 5 ml എങ്കിലും ഒരു കൂടുതൽ കഴിച്ചാലേ അവർക്ക് ആ ഒരു ഇഫക്റ്റ് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അതിനാണ് ടോളറൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു പേഴ്സൺ റിപ്പീറ്റഡ്ലി മദ്യം ഉപയോഗിക്കുന്ന ഒരാൾ എന്നും കഴിക്കുന്നതിൽ നിന്ന് ഒരല്പം ഓരോ ദിവസവും ശകലം വീതം കൂട്ടി കഴിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ആൽക്കഹോൾ ഇഫക്റ്റ് കിട്ടത്തുള്ളൂ എന്നാണ് പറയുന്നത്. ആ ഫിനോമിനന് പറയുന്ന പേരാണ് ടോളറൻസ്. സോ വി ക്യാൻ സേ ദാറ്റ് ടോളറൻസ് ഈസ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് ആഫ്റ്റർ റിപ്പീറ്റഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ ഡ്രഗ് after repeated administration a drug produces a decreased effect or increasing dose is required to produce the same effect.
അതായത് എന്നും കഴിക്കുന്ന വ്യക്തിക്ക് ഓരോ ദിവസവും കഴിച്ചതിൻ്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ ഓരോ ദിവസവും അവർ കുറച്ച് എമൗണ്ട് കൂട്ടി കഴിക്കണം. എന്ന് പറഞ്ഞാൽ ഇന്നലെ 50 cc കഴിച്ചെങ്കിൽ ഇന്ന് 50 cc കഴിച്ചാലും 50 ml കഴിച്ചാലും അവർക്ക് ഇന്നലത്തെ ആൽക്കഹോൾ ഇഫക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇന്ന് അവർ 55 ml കഴിക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ നാളെ അവർ വീണ്ടും 55 കഴിച്ചാൽ പോരാ, അതിൻ്റെ കൂടെ ശകലം കൂടെ കൂട്ടി കഴിക്കണം. അങ്ങനെ ഓരോ ദിവസവും അവർ കൂട്ടി കഴിച്ചാൽ മാത്രമേ അവർ മദ്യം കഴിച്ചതിൻ്റെ ഇഫക്റ്റ് അവർക്ക് കിട്ടത്തുള്ളൂ. അല്ലേ? ആ ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണല്ലോ ഇവർ കഴിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും അവർ കുറച്ച് എമൗണ്ട് വീതം കൂട്ടി കഴിക്കേണ്ട ഒരു അവസ്ഥയിൽ അവർ എത്തിച്ചേരും. ആ സ്റ്റേറ്റിന് പറയുന്ന പേരാണ് ടോളറൻസ്. അതായത് ഇന്നലത്തെ 50 ml അവർ ഇന്ന് ടോളറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അവർക്ക് ആ ടോളറൻസിനെക്കാട്ടിൽ ഇച്ചിരിയുടെ എമൗണ്ട് കൂട്ടിക്കഴിച്ചാൽ മാത്രമേ അവർക്ക് ആൽക്കഹോൾ ഇഫക്റ്റ് അല്ലെങ്കിൽ ആ ഡ്രഗ് ഇഫക്റ്റ് കിട്ടത്തുള്ളൂ. ദാറ്റ് പർട്ടിക്കുലർ ഫിനോമിനൻ ഈസ് കോൾഡ് ടോളറൻസ്. ഓക്കെ. കാരണം ഇത് നമ്മൾ മെഡിസിൻ്റെ ഈ ഡിസീസ് കണ്ടീഷൻ്റെ മാനേജ്മെൻ്റ് ഒക്കെ വരുമ്പോൾ ഈ ടേംസ് എല്ലാം എടുത്ത് അവിടെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. അതുകൊണ്ടാണ് ഈ ഓരോ ടേംസിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ തരുന്നത്. ഓക്കെ. പിന്നെ ഡീറ്റോക്സിഫിക്കേഷൻ. ഈ ഡീറ്റോക്സിഫിക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് സേഫ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി വിഡ്രോയിങ് എ പേഴ്സൺ ഫ്രം ദ അഡിക്റ്റീവ് സബ്സ്റ്റൻസ് യൂഷ്വലി അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷൻ. അതായത് ഇങ്ങനെ ആൽക്കഹോളിനോ അല്ലെങ്കിൽ മദ്യത്തിനോ അല്ലെങ്കിൽ ലഹരിക്കോ അടിമയായ ഒരു വ്യക്തിയെ സുരക്ഷിതമായിട്ടും ഇഫക്റ്റീവായിട്ടും ആ വ്യക്തിയെ ആ അവസ്ഥയിൽ നിന്ന് പിന്തിരിപ്പിച്ച് കൊണ്ടുവരിക. അതായത് അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷൻ. അല്ലാതെ ഈ പത്രത്തിലൊക്കെ കാണും ഇന്നടത്ത് പോയി ഇന്നത് കഴിച്ചാൽ അവർ ആൽക്കഹോൾ കഴിക്കത്തില്ല, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നത്. അത് അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷൻ ആണെങ്കിൽ ഓക്കെ. അല്ലാതെ ആരെങ്കിലുമൊക്കെ പത്രത്തിൽ കാണുന്നതൊക്കെ കേട്ട് ആൾക്കാർ പോയി അവിടെ കഴിച്ച് വേറെ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ഉണ്ടായതായിട്ടും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വിഡ്രോവൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോസ് ഒരു ആൽക്കഹോളിക്ക് അഡിക്റ്റഡ് ആയിപ്പോയി അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആയിപ്പോയി എന്നിരിക്കട്ടെ, ആ വ്യക്തിക്ക് അതിൽ നിന്ന് പിന്തിരിയണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയി ഇതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഡോക്ടറെ കണ്ട് അയാൾക്ക് ഡീറ്റോക്സിഫിക്കേഷന് അണ്ടർഗോ ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് മെഡിക്കൽ സൂപ്പർവിഷനിൽ മാത്രമേ ആകാവുള്ളൂ. മനസ്സിലായോ? അത് അണ്ടർ സൂപ്പർവിഷനിൽ സേഫായിട്ട് ആ വ്യക്തി ആൽക്കഹോളിൽ നിന്ന് മോചിതനാകാൻ ശ്രമിക്കുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷൻ ഓർ അണ്ടർ ദ സ്ട്രിക്റ്റ് ഗൈഡൻസ് ഓഫ് എ ഡോക്ടർ, രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. Okay, അതാണ് detoxification. So we can say that detoxification is a process of safely and effectively withdrawing a person from a addictive substance, usually under medical supervision. സേഫ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സേഫ് ആയിരിക്കണം. കാരണം ചിലപ്പോൾ വിഡ്രോവലിന് മെഡിസിൻ കൊടുക്കുമ്പോൾ ചില പേഷ്യൻസിന് റിയാക്ഷൻ ഉണ്ടാകുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത് മെഡിക്കൽ സൂപ്പർവിഷൻ ആണെങ്കിൽ അവർക്കത് പ്രോപ്പർലി ട്രീറ്റ് ചെയ്യാനൊക്കെ കഴിയും. അതുകൊണ്ടാണ് പറയുന്നത് സേഫ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി. ഇഫക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായും അവർ വിടുതൽ നേടണം ഈ ഒരു അവസ്ഥയിൽ നിന്ന്. അതുകൊണ്ടാണ് അതിന് ഇഫക്റ്റീവ്ലി എന്നും പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് ഡീറ്റോക്സിഫിക്കേഷൻ. അതായത് ഈ വേർഡിൽ നിന്ന് തന്നെ അറിയാം വ്യക്തിയെ ആ ടോക്സിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുക. അതായത് മദ്യം ശരീരത്തിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന ടോക്സിൻസിൽ നിന്നും അയാളെ വിമുക്തനാകാൻ ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഈ പറയുന്ന ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഷുഡ് ബി ഡൺ ബൈ ദി എക്സ്പീരിയൻസ്ഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് അണ്ടർ സ്ട്രിക്റ്റ് മെഡിക്കൽ സൂപ്പർവിഷൻ. ഓക്കെ. പിന്നെ അടുത്തത് ഇനി ക്രൈറ്റീരിയ ഫോർ സബ്സ്റ്റൻസ് അബ്യൂസ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തി വെറുതെ ഒരാൾ ഒരു പ്രാവശ്യം ഒന്ന് ആൽക്കഹോൾ ഒരു ഗ്ലാസ് കുടിച്ചെന്ന് പറഞ്ഞാൽ അയാളെ ആൽക്കഹോളിക് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഏത് സബ്സ്റ്റൻസ് എടുത്ത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളിനെയും ആ വ്യക്തിയെ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അയാളൊരു ആൽക്കഹോളിക് ആണ്, അല്ലെങ്കിൽ അഡിക്റ്റഡ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ അയാളൊരു ഡിപ്പെൻഡൻറ്റ് പേഴ്സൺ ആണ് എന്നൊക്കെ പറയണമെങ്കിൽ ആ വ്യക്തിക്ക് ചില ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ അങ്ങനെ ഒരാളെ മദ്യപാനിയെന്നോ അല്ലെങ്കിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആളെന്നോ ഒക്കെ നമുക്ക് വിളിക്കാനോ മീൻ ചെയ്യാനോ നിർവചിക്കാനോ പറ്റത്തുള്ളൂ. അതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് പറയുന്നത് മാലഡാപ്റ്റീവ് പാറ്റേൺ ഓഫ് സബ്സ്റ്റൻസ് യൂസ് ലീഡ്സ് ടു ക്ലിനിക്കലി സിഗ്നിഫിക്കൻറ്റ് ഇമ്പയർമെൻറ്റ് മാനിഫെസ്റ്റഡ് ആസ് വൺ ഓർ മോർ ഓഫ് ദി ഫോളോയിങ് വിതിൻ എ 12-month പീരീഡ്സ്. അതായത് ഒരു വ്യക്തി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്നിരിക്കട്ടെ, ആ വ്യക്തിക്ക് ചില കണ്ടീഷൻ, അതായത് ആ അവസ്ഥയിൽ ഉണ്ടെന്ന് തുടങ്ങിയ സമയം തൊട്ട് ഒരു 12 months സമയം കൊടുത്തിട്ട് ആ 12 monthsനകത്ത് ചില കണ്ടീഷൻ അയാൾ ഫുൾഫിൽ ചെയ്യുന്നു. ആ കണ്ടീഷൻ ഞാൻ പറയും. ആ ഫുൾഫിൽ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അത് ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ അയാളൊരു ആൽക്കഹോളിക് ആണെന്നോ അല്ലെങ്കിൽ ലഹരിക്ക് അടിമയാണെന്നോ പറയാൻ പറ്റൂ.
സർ 12 months പീരീഡ്, അതായത് ഒരു 1-2 മാസം കൊണ്ട് പോരാ, അയാൾക്ക് ആ ഒരു പേര് വീഴാൻ വേണ്ടി ഒരു 12 months സമയം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് ഈ 12 months സമയത്തിൽ അയാളെ ഒബ്സർവ് ചെയ്ത് ഏതെല്ലാം ക്രൈറ്റീരിയ അതിൽ അയാൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെന്ന് നോക്കിയിട്ട് മാത്രമേ അയാളെ ആൽക്കഹോൾ ആണെന്നോ അല്ലെങ്കിൽ ഒരു ലഹരിക്ക് അടിമയാണെന്നോ പറയാൻ പറ്റും. അതാണ് ക്രൈറ്റീരിയ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് മാലഡാപ്റ്റീവ് പാറ്റേൺസ് ഓഫ് സബ്സ്റ്റൻസ് യൂസ് ലീഡ്സ് ടു എ ക്ലിനിക്കലി സിഗ്നിഫിക്കൻറ്റ് ഇംപെയർഡ് മാനിഫെസ്റ്റഡ് ആസ് വൺ ഓർ മോർ ഓഫ് ദി ഫോളോയിങ് വിത്തിൻ ദ 12 months പീരീഡ്. ആ 12 മാസക്കാലം അയാൾ ഒബ്സർവ് ചെയ്തിട്ട് ഇതിൽ പറയുന്ന ഏതെല്ലാം കാര്യങ്ങൾ അയാൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ നോക്കുക. എന്നിട്ട് മാത്രമേ പറയാൻ പറ്റൂ. അതേതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇന്നബിലിറ്റി ടു ഫുൾഫിൽ മേജർ റോൾ ഒബ്ലിഗേഷൻ അറ്റ് വർക്ക്, സ്കൂൾ ആൻഡ് ഹോം എന്ന് പറഞ്ഞാൽ അയാൾ ഒന്നുമില്ല വീട്ടിലെ ഒരു ഗൃഹനാഥനോ അല്ലെങ്കിൽ അയാൾക്ക് വീട്ടിലൊരു റോള് കാണും. ഒന്നിൽ പുത്രനായിരിക്കാം, അല്ലെങ്കിൽ ഗൃഹനാഥനായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളുടെ അച്ഛനായിരിക്കാം, എന്താണോ അയാൾക്ക് വീട്ടിലുള്ള റോള് അതൊന്ന്. പിന്നെ അയാളൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളാവാം, അതല്ലെങ്കിൽ അയാളൊരു വിദ്യാർത്ഥിയാകാം. സ്കൂൾ, അപ്പം പെർഫോമൻസ് ഇൻ സ്കൂൾ ഐദർ ആസ് എ ടീച്ചർ ഓർ ആസ് എ സ്റ്റുഡൻറ്റ്. ആൻഡ് അറ്റ് വർക്ക്, അയാൾ ജോലി ചെയ്യുന്ന ആളാകാം, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു ഏണിംഗ് മെമ്പർ ആകാം, എന്തെങ്കിലും ഒരു ജോലി, അതായത് സർക്കാരിൻ്റെ ജോലിയോ അല്ലാത്ത ജോലി, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവ് പേഴ്സൺ ആണെങ്കിൽ അതാണ് നമ്മൾ വർക്ക് എന്ന് മീൻ ചെയ്യുന്നത്. അപ്പം ഈ 3 കാര്യങ്ങളിൽ അയാളുടെ ഓബ്ലിഗേഷന് എന്തെങ്കിലും ഇന്നബിലിറ്റി കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് ഇന്നബിലിറ്റി ടു ഫുൾഫിൽ മേജർ റോൾ ഓബ്ലിഗേഷൻ അറ്റ് വർക്ക്, സ്കൂൾ ആൻഡ് ഹോം. ഈ പറയുന്ന 3 തലങ്ങളിൽ ഒന്നുമില്ല വീട്ടുകാര്യങ്ങൾ നോക്കാതിരിക്കുക, അല്ലെങ്കിൽ സ്കൂളിൽ ടീച്ചറായിട്ടുള്ള ജോലി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സ്റ്റുഡൻ്റായിട്ട് ചെയ്യേണ്ട ജോലി ചെയ്യുന്നില്ല. സ്റ്റുഡൻ്റ് എന്ന് അവിടെ മീൻ ചെയ്യുന്ന അഡോളസൻ്റ് ആൾക്കാരൊക്കെ സ്റ്റുഡൻ്റ് ഉണ്ടല്ലോ, പിന്നെ ഡിഗ്രിക്ക് പഠിക്കുന്നവരും ഒക്കെ, അവരൊക്കെ ഇങ്ങനെ ഡ്രഗും അതുപോലെ തന്നെ ആൽക്കഹോളും ഒക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ അവരെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുക. അതുകൊണ്ട് സ്കൂൾ എന്നുള്ള ടേം അവിടെ വന്നേ. പിന്നെ വർക്ക് എന്ന് പറയുമ്പോൾ സർക്കാർ ജോലി തന്നെയല്ല, ഏത് വ്യക്തിയും അയാൾക്ക് ഏണിങ്ങിന് വേണ്ടി ചെയ്യുന്ന ജോലിയെ നമ്മൾ വർക്കെന്ന് പറയാം. അപ്പം വർക്കിംഗ് പ്ലേസ് എന്ന് പറയാം. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ കാണും, അവരുമായിട്ട് നല്ല ബന്ധങ്ങൾ പുലർത്തണം, നല്ല IPR ഡെവലപ്പ് ചെയ്യണം. ഇതിനൊന്നും കഴിയാതെ പോവുക, അങ്ങനെ ജോലിക്ക് എന്നും വരുന്നില്ല, അയാൾ ആബ്സെൻ്റ് ആകുക. അല്ലെങ്കിൽ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ കുട്ടി എന്നുള്ള രീതിയിൽ ശരിക്കും പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ടീച്ചർ എന്ന രീതിയിൽ അയാളുടെ വർക്ക് പ്രോപ്പർലി ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടുടമസ്ഥൻ അല്ലെങ്കിൽ വീട്ടുനാഥൻ, ഗൃഹനാഥൻ എന്നുള്ള രീതിയിൽ അയാൾക്ക് അയാളുടെ റോൾ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഈ അവസ്ഥകളിൽ അവരുടെ റോൾ ഫങ്ഷൻ പ്രോപ്പർലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർക്ക് അവരുടേതായ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല, അവരുടെ റോൾ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയാതെ പോവുക. അതെന്തുകൊണ്ടായിരിക്കും? ഈ പറയുന്ന സബ്സ്റ്റൻസിൻ്റെ അബ്യൂസ് കൊണ്ട് അയാളുടെ ബ്രെയിൻ അണ്ടർ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് അല്ലേ എടുത്ത് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ നോർമൽ ഫങ്ഷനിങ് ഒരിക്കലും നടക്കുന്നില്ലല്ലോ. ചിലപ്പം ഒരുപാട് വെള്ളം അടിച്ചു വന്ന് കയറി റൂമിനകത്ത് കയറി കഥ അടച്ച് കഴിഞ്ഞാൽ രാത്രിയിലായിരിക്കും എഴുന്നേക്കുന്നത് അല്ലേ. അയാൾ ബിക്കോസ് ഈസ് അണ്ടർ ദ ഇംപ്രഷൻ ഓഫ് ദി ആൽക്കഹോൾ, അണ്ടർ ദ സപ്രഷൻ ഓഫ് ദി ആൽക്കഹോൾ, പോയിസൺ ഇൻ ദ ആൽക്കഹോൾ. അതുകൊണ്ടാണ്. അപ്പോൾ അയാൾക്ക് അയാളുടേതായ പെർഫോമൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊന്ന്. പിന്നെ വേറൊന്ന്, പാർട്ടിസിപ്പേഷൻ ഇൻ ഫിസിക്കലി ഹസാഡസ് സിറ്റുവേഷൻ വൈൽ ഇമ്പയർഡ് സിംറ്റംസ്. അതായത് എന്തെങ്കിലും ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ, എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ഒരാളെങ്കിൽ അയാൾ ഇതിനകത്ത് പാർട്ടിസിപ്പേഷൻ ഇൻ ഫിസിക്കലി ഹസാഡസ് സിറ്റുവേഷൻ വൈൽ ഇമ്പയർഡ് സിംറ്റംസ്, അതായത് ഈ ഇമ്പയർഡ് സിംറ്റംസിൻ്റെ ഇടയിലും അയാളുടെ ജോലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ അതെന്തെങ്കിലും പ്രോബ്ലമാറ്റിക് ആയിത്തീരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡ്രൈവിംഗ്, വെള്ളം ഒടിച്ച് വണ്ടി ഓടിക്കുക, അപ്പോൾ അവിടെ പ്രോപ്പർലി ഓടിക്കാൻ പറ്റത്തില്ല, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് ഉണ്ടാകാം, അങ്ങനെയുള്ളൊരു കാര്യം. അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഇപ്പോൾ ഒരു മില്ല് നടത്തുന്നു, അവിടെ മില്ലിനകത്ത് പല കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ചില ഫാക്ടറീസ് ഉണ്ട്, അവിടെ ഒത്തിരി മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യണം, അങ്ങനെയുള്ളിടത്ത് ജോലി ചെയ്യുക. അതായത് അവിടെയും ഇന്നബിലിറ്റി കാണിക്കുക, ഇന്നബിലിറ്റി ഇൻ പാർട്ടിസിപ്പേഷൻ ഫിസിക്കലി ഹസാർഡസ് സിറ്റുവേഷൻ വൈൽ ഇമ്പയർഡ് സിംറ്റംസ്. ഓക്കെ, പിന്നെ അടുത്തത് റെക്കറൻറ്റ് ലീഗൽ ഓർ ഇൻ്റർപേഴ്സണൽ പ്രോബ്ലംസ്. അതായത് ഇവർക്ക് എപ്പോഴും ലീഗലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ ഇൻവോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അത് തേർഡ് ക്രൈറ്റീരിയയാണ്. ഫോർത്ത് വൺ, കണ്ടിന്യൂഡ് യൂസ് ഇൻ സ്പൈറ്റ് ഓഫ് സോഷ്യൽ ആൻഡ് ഇൻ്റർപേഴ്സണൽ പ്രോബ്ലം. ഇതുപോലെ തന്നെ ഇത് കഴിച്ച് പല പ്രശ്നങ്ങൾ അവർ സാമൂഹ്യ പ്രശ്നങ്ങളും വീട്ടു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അതൊരു പ്രശ്നമാണെന്നും അവർ മനസ്സിലാക്കിയാലും അവർ ഈ പറയുന്ന ഇൻടേക്ക് കണ്ടിന്യൂ ചെയ്യുന്നു. അതായത് ലഹരിൻ്റെ ഉപയോഗം അവർ നിർത്താതെ അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു.
അതായത് നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു പ്രശ്നം, നമ്മുടെ ബിഹേവിയർ പ്രോബ്ലം ആണ്, വീട്ടിലും പ്രശ്നമാണ്, മറ്റെന്തെങ്കിലും ആണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ അഡ്വൈസ് കിട്ടുമ്പോൾ അവരത് ആ ഒരു ബിഹേവിയർ വേണ്ടാന്ന് വെക്കും. പക്ഷേ ഈ വ്യക്തികൾ അങ്ങനെ ചെയ്യത്തില്ല. ഇവർ വീണ്ടും വീണ്ടും അത് കഴിച്ചുകൊണ്ടേയിരിക്കും. അത് അവരുടെ ലൈഫിലോ സമൂഹത്തിലോ എന്ത് പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ടാകാലും അവർക്കതൊരു പ്രശ്നമല്ല, അവരത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. പിന്നെയുള്ളത് മാലഡാപ്റ്റീവ് പാറ്റേൺ ഓഫ് സബ്സ്റ്റൻസ് യൂസ് ലീഡ് ടു റിഡക്ഷൻ ഓർ ആബ്സെൻസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ, ഒക്കുപേഷണൽ ഓർ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്. അതായത് നേരത്തെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ, അതായത് അവർ സോഷ്യൽ ഫംഗ്ഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ജോലിയിലൊക്കെ ഏർപ്പെടുത്തുക, നല്ലപോലെ ജോലി ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ അവർ റിക്രിയേഷണൽ ആക്ടിവിറ്റീസിനൊക്കെ പോകുമായിരുന്നു, ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിനെ പോലെയൊക്കെ ജീവിച്ചിരുന്നവരാണ്. പക്ഷേ ഈ പറയുന്ന ആൽക്കഹോൾ കഴിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവരിതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയർ കാണിക്കുക. അതാണ് റിഡക്ഷൻ ഓർ ആബ്സെൻസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ, ഒക്കുപേഷണൽ ഓർ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്. അത് വേറൊരു ക്രൈറ്റീരിയ ആണ്. പിന്നെ കണ്ടിന്യൂയിങ് സബ്സ്റ്റൻസ് യൂസ് ഡെസ്പൈറ്റ് റിയൽ ഓർ പൊട്ടൻഷ്യൽ ഹെൽത്ത് ഹാസാർഡ്സ് ഓഫ് വിച്ച് വൺ ഇൻഡിവിജ്വൽ ഈസ് യൂഷ്വലി അവെയർ. അതായത് കണ്ടിന്യൂയിങ് സബ്സ്റ്റൻസ് യൂസ് ഡെസ്പൈറ്റ് റിയൽ ഓർ പൊട്ടൻഷ്യൽ ഹെൽത്ത് ഹാസാർഡ്സ് ഓഫ് വിച്ച് ദ ഇൻഡിവിജ്വൽ ഈസ് ഫുള്ളി അവെയർ. അതായത് ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ അയാൾക്ക് അയാളുടെ ജീവിതത്തിലും ലൈഫിലും വീട്ടിലും ഒക്കെ ഉണ്ടാകാമെന്ന് അയാൾക്ക് അറിയാമെങ്കിൽ പോലും അയാളിത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അതായത് ഇഗ്നറൻസ് കൊണ്ടല്ല ഇങ്ങനെയൊന്നും ചെയ്യുന്നത്, ഇതിനെപ്പറ്റി എല്ലാം നല്ല ബോധമുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ടാകും, അയാൾക്ക് തന്നെ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകാം, മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന പ്രശ്നം ഉണ്ടാകാം, ജോലിയെ ബാധിക്കാം, ഇതെല്ലാം അറിയാം. എങ്കിൽ പോലും അയാൾ അത് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിലും അങ്ങനെയുള്ളത് ഒരു നെഗറ്റീവ് ഫാക്ടറാണ്. അപ്പോൾ അതും ഒരു ക്രൈറ്റീരിയ ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ മിനിമം ഒരു 3-4 എണ്ണമെങ്കിലും പേഷ്യൻ്റ് കാണിച്ചാൽ ഒരു 12 മാസത്തിനകം റിപ്പീറ്റഡ് ആയിട്ട് ഒരു വ്യക്തിയെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ ക്രൈറ്റീരിയ എല്ലാം അവർ ഫുൾഫിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാം അയാളൊരു പേഴ്സൺ ഹൂ ഈസ് സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ് ഉണ്ടെന്ന്, ആ വ്യക്തിക്ക് സബ്സ്റ്റൻസ് അബ്യൂസ് ഡിപ്പെൻഡൻസ് ഉണ്ടെന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇപ്പം ഞാൻ നമ്മളിപ്പോൾ എത്ര ഫാക്ടേഴ്സിനകത്ത് പറഞ്ഞു? 7 ഫാക്ടേഴ്സ് പറയുന്നു. അതിനകത്ത് ഒരു 3-4 ഫാക്ടർ ഒരു വ്യക്തി കാണിക്കുകയാണെങ്കിൽ ഹി ക്യാൻ ബി കോൾഡ് ആസ് എ പേഴ്സൺ വിത്ത് സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ്. മനസ്സിലായോ? ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ അയാളുടെ വ്യക്തി ശരിക്കും പ്രസൻസ് ഓഫ് ടോളറൻസ് ടു ഡ്രഗ് ഉണ്ട്, പിന്നെ സബ്സ്റ്റൻസ് ഈസ് ടേക്കൺ അറ്റ് എ ലാർജ് എമൗണ്ട് ഓഫ് ലോങ്ങർ പീരീഡ് ദാൻ ഇൻറ്റൻഡഡ്. ഓക്കെ. അപ്പം സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസിൻ്റെ കാര്യം കൂടെ നമുക്ക് നോക്കാം. അത് കുറച്ചും കൂടെ അബ്നോർമൽ ബിഹേവിയർ ആണ് ആ വ്യക്തി കാണിക്കുന്നത്. അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മാലഡാപ്റ്റീവ് പാറ്റേൺ ഓഫ് സബ്സ്റ്റൻസ് യൂസ് വിച്ച് ലീഡ്സ് ടു ക്ലിനിക്കൽ ഇമ്പയർമെൻറ്റ് ഓർ ഡിസ്ട്രസ് വിച്ച് ഈസ് മാനിഫെസ്റ്റഡ് ആസ് 3 or more of the following within 12 months of period. ഓക്കെ. അതിനകത്ത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ presence of tolerance to drug or alcohol, then substance is taken in large amount for longer period than intended. അതായത് ആദ്യമേ അയാൾ ടോളറൻസ് കാണിക്കുന്നുണ്ട്, രണ്ടാമത്തെ പ്രാവശ്യം ഒരുപാട് നേരം സബ്സ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. സബ്സ്റ്റൻസ് ഈസ് ടേക്കൺ ഇൻ ലാർജ് എമൗണ്ട് ഫോർ ലോങ്ങർ പീരീഡ് ദാൻ ഇൻറ്റൻഡഡ്. അയാൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സമയത്ത് സബ്സ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അയാൾ പോവുക. പിന്നെ അൺസക്സസ്ഫുൾ ഓർ പെർസിസ്റ്റൻറ്റ് ഡിസയർ ടു കട്ട് ഡൗൺ ഓർ കൺട്രോൾ യൂസ്. അതായത് ഈ ഒരു കാര്യം, ഈ ബിഹേവിയർ കൺട്രോൾ ചെയ്യണം, കട്ട് ഡൗൺ ചെയ്യണം എന്ന് തോന്നലുണ്ടെങ്കിൽ പോലും അയാൾക്കത് കഴിയാതെ ഇരിക്കുക. മനസ്സിലായോ? പിന്നെ അടുത്തത് ഇൻക്രീസ്ഡ് ടൈം ഈസ് സ്പെൻഡ് ഇൻ ഗെറ്റിംഗ്, ടേക്കിംഗ് ആൻഡ് റിക്കവറിങ് ഫ്രം ദ സബ്സ്റ്റൻസ് ആൻഡ് മേ വിഡ്രോയൽ ഫ്രം ഫാമിലി ഓർ ഫ്രണ്ട്സ്. അതായത് ഇത്രയും കാര്യങ്ങൾ അയാൾ കാണിക്കുക. അതായത് എപ്പോഴും അയാൾ കൂടുതൽ സമയം ആൽക്കഹോൾ എന്നും പറഞ്ഞ കാര്യത്തിന് സ്പെൻഡ് ചെയ്യുക. ഒന്നിൽ അത് കിട്ടുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് സമയം അതിന് വേണ്ടി ഉപയോഗിച്ചാൽ പിന്നെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അങ്ങനെയുള്ളവരിൽ നിന്ന് അയാൾ ഒഴിഞ്ഞു മാറി നടക്കുക. മനസ്സിലായോ? അതൊന്ന്. പിന്നെ നെഗ്ലക്റ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഓബ്ലിഗേഷൻ. അയാൾക്ക് സ്വന്തമായിട്ടുള്ള വ്യക്തിപരമായ കാര്യങ്ങളോ സാമൂഹികപരമായിട്ടുള്ള ഒരുപാട് ഓബ്ലിഗേഷൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്ത് പോവുക.
അല്ലെങ്കിൽ അതിനെയൊക്കെ നെഗ്ലക്റ്റ് ചെയ്ത് കളയുക. ഇപ്പോൾ ഒരു ഉത്തരവാദിത്വം കൊണ്ട് ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ്, അയാൾക്കൊരു കാര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്, അയാൾ ശമ്പളം വാങ്ങിക്കുന്ന ഒരാളാണ്, അയാൾ ഇന്ന കാര്യങ്ങൾ അയാൾ ചെയ്തിരിക്കണമെന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അയാൾ ചെയ്യത്തില്ല. പിന്നെ സ്വന്തമായിട്ട് പേഴ്സണൽ കാര്യങ്ങൾ ഒത്തിരി ഉണ്ടാകാം. അതായത് സം ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റി റിലേറ്റഡ് ടു ദ റോൾ ദാറ്റ് ഹീ ഈസ് പെർഫോമിങ്. ആ ഒരു കാര്യങ്ങളും അയാൾ ചെയ്യണമെന്നില്ല. അപ്പോൾ അതും വേറൊരു ക്രൈറ്റീരിയ ആണ് സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസിൻ്റെ. ഓക്കെ. പിന്നെ ക്രൈറ്റീരിയ ഫോർ സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസിൻ്റെ വേറെണ്ണം റിഡക്ഷൻ ഓർ സബ്സ്റ്റൻസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ, ഒക്കുപേഷണൽ ഓർ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ, ഒക്കുപേഷണൽ ആൻഡ് റിക്രിയേഷണൽ ആക്ടിവിറ്റീസിലൊന്നും ഇൻവോൾവ് ചെയ്യാതിരിക്കുക. പിന്നെ കണ്ടിന്യൂയിങ് സബ്സ്റ്റൻസ് യൂസ് ഡെസ്പൈറ്റ് റിയൽ ഓർ പൊട്ടൻഷ്യൽ ഹെൽത്ത് ഹാസാർഡ്സ് ഓഫ് വിച്ച് ദ ഇൻഡിവിജ്വൽ ഈസ് ഫുള്ളി അവെയർ. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കോൺസിക്വൻസിനെ പറ്റി എല്ലാം തന്നെ, അതായത് സാമൂഹ്യമായും വ്യക്തിപരമായും അല്ലെങ്കിൽ ഫാമിലി വൈസായിട്ടും ഒക്കെ ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷനെ പറ്റി അയാൾക്ക് നല്ലപോലെ അറിവുണ്ട്. എങ്കിൽ പോലും ഈ പറയുന്ന സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എടുക്കുക എന്നുള്ള ഒരു പ്രവൃത്തി അയാൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ക്രൈറ്റീരിയ ഫോർ സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ്. മനസ്സിലായി? അപ്പം നമ്മളിപ്പം ക്രൈറ്റീരിയ ഫോർ സബ്സ്റ്റൻസ് അബ്യൂസും സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസും പറഞ്ഞു. അപ്പോൾ അതിനകത്തുള്ള ക്രൈറ്റീരിയ ഫുൾഫില്ല് ചെയ്യാൻ എത്ര നാൾ കൊണ്ട് ഫുൾഫില്ല് ചെയ്യുന്നു നമ്മൾ ഒബ്സർവ് ചെയ്യാനും പറഞ്ഞു. അതിനനുസരിച്ചാണ് ഒരു വ്യക്തിയെ ഡിപ്പെൻഡൻ്റ് ആണോ, ആണെങ്കിൽ അബ്യൂസ്ഡ് ആണോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് തീരുമാനിക്കാൻ പറ്റുന്നത്. ഓക്കെ. പിന്നെ ഇനി നമ്മളതിനെ ക്ലാസിഫിക്കേഷൻ്റെ ഈ പറയുന്ന സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡർ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെയിൻലി 4 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അതൊന്ന് അക്യൂട്ട് ഇൻടോക്സിക്കേഷൻ, സെക്കൻഡ് വിഡ്രോവൽ സ്റ്റേറ്റ്, തേർഡ് ഈസ് ഡിപ്പെൻഡൻസ് സിൻഡ്രോം ആൻഡ് ഫോർത്ത് ഈസ് ഹാംഫുൾ യൂസ്. ഇപ്പോൾ ഈ 4 തരത്തിലാണ് പേഷ്യൻ്റ് അവരുടെ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള അവരുടെ റിയാക്ഷൻസ് അല്ലെങ്കിൽ അബ്നോർമാലിറ്റി അവർ കാണിക്കുന്നത്. അതൊന്ന് അക്യൂട്ട് ഇൻടോക്സിക്കേഷൻ, സെക്കൻഡ് ഈസ് വിഡ്രോവൽ സ്റ്റേറ്റ്, തേർഡ് ഈസ് ഡിപ്പെൻഡൻസ് സിൻഡ്രോം ആൻഡ് ഫോർത്ത് ഈസ് ഹാംഫുൾ യൂസ്. ഓക്കെ. ഈ 4 തരത്തിലുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ കാണാറുള്ളത്. അതിൻ്റെ ഓരോന്നിനെയും അതിൻ്റെ ഡീലിങ്ങും മാനേജ്മെൻറ്റും ഡിഫറെൻറ്റ് രീതിയിലാണ്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് അക്യൂട്ട് ഇൻടോക്സിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഈ അക്യൂട്ട് ഇൻടോക്സിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഇറ്റ് ഈസ് എ ട്രാൻസിയൻറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി നാൾ നിലനിൽക്കുന്ന ഒരു കണ്ടീഷൻ അല്ല, അത് ഷോർട്ട് ഡ്യൂറേഷനിലുള്ള ഒരു കണ്ടീഷനാണ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ട്രാൻസിയൻറ്റ് കണ്ടീഷൻ. So it is a transient condition following the intake of alcohol or other psychoactive substance, resulting in disturbance in level of consciousness, cognition, perception, affect or behavior or other psychophysiological functions and responses. അതായത് ഇതെല്ലാം ഹയർ മെൻ്റൽ ഫങ്ഷനാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ എന്താ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്നാണ് പറയുന്നത്. അതായത് ബ്രെയിനിൻ്റെ നോർമലായിട്ടുള്ള ഫംഗ്ഷനെ ഇൻ്റർഫിയർ ചെയ്യുന്ന ചില സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ആ സബ്സ്റ്റൻസിൻ്റെ യൂസിൻ്റെ മാനിഫെസ്റ്റേഷൻ പലതരത്തിൽ ഉണ്ടാകാം. അതിലാദ്യത്തേതാണ് നമ്മൾ അക്യൂട്ട് ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞത്. ഇനി അക്യൂട്ട് ഇൻടോക്സിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ട്രാൻസിയൻറ്റ് കണ്ടീഷൻ ഫോളോയിങ് ദ ഇൻടേക്ക് ഓഫ് ആൽക്കഹോൾ അതർ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ്, റിസൾട്ടിങ് ഇൻ ഡിസ്റ്റർബൻസ് ഇൻ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, അയാളുടെ കോൺഷ്യസ്നെസ്സിന് ലെവലിൽ വ്യത്യാസം കാണിക്കാം. കോഗ്നിഷൻ, അതായത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഹയർ മെൻ്റൽ ഫംഗ്ഷനെയാണ് നമ്മൾ കോഗ്നിഷൻ എന്ന് പറയുന്നത്. ബുദ്ധിപരമായിട്ടുള്ളൊരു കാര്യമാണ് അത്. അതിനകത്ത് ഇൻ്റർഫിയറൻസ് കാണിക്കാം. പിന്നെ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ച് നമ്മുടെ എൻവയൺമെൻറ്റിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അതിനെ ഇൻ്റർഫിയർ ചെയ്യാം. പിന്നെ അഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വ്യക്തിയുടെ വൈകാരികമായിട്ടുള്ള ഒരു ക്വാളിറ്റിയെ നമ്മൾ അഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് സന്തോഷമായിട്ടിരിക്കുക, സങ്കടകരമായിട്ടിരിക്കുക, ദേഷ്യം തോന്നുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അഫക്റ്റിനെയും ഇത് ഇൻ്റർഫിയർ ചെയ്യാം. സോ അഫക്റ്റ് ഓർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റം, മനസ്സിലായോ? പിന്നെ അതുകൂടാതെ അതർ സൈക്കോ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസ്, ഇത്രയും കാര്യങ്ങളെ അഫക്റ്റ് ചെയ്യാം. അത് ഏതൊക്കെ തരത്തിലാണെന്ന് ഇവിടെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ അക്യൂട്ട് ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു മദ്യമോ അല്ലെങ്കിൽ ലഹരി മരുന്നോ കഴിച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടാകുന്ന ഒരു ട്രാൻസിയൻറ്റ് കണ്ടീഷനാണ് അക്യൂട്ട് ഇൻടോക്സിക്കേഷൻ. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഓൾ ഓൺ എ സഡൻ ഉണ്ടാകുന്ന ഏത് സിറ്റുവേഷനെയാണ് നമ്മൾ അക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ അക്യൂട്ട് സിംറ്റംസ് പേഷ്യൻ്റ് ഉണ്ടാക്കുന്നു. അത് കുറച്ച് നേരമേ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അത് മദ്യം കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഈ പറയുന്ന സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഏതാണോ അത് കഴിച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ഉണ്ടാകുന്നതാണ്.
കുറച്ച് നേരമേ ലാസ്റ്റ് ചെയ്യൂ. പക്ഷേ അതിൻ്റെ മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞതാണ്, ദാറ്റ് ഈസ് ഓൾട്ടറേഷൻ ഇൻ ദ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, ദെൻ ഓൾട്ടറേഷൻ ഇൻ കോഗ്നിഷൻ, ഓൾട്ടറേഷൻ ഇൻ പെർസെപ്ഷൻ, ദെൻ അഫക്റ്റ് ആൻഡ് ഓൾട്ടറേഷൻ ഇൻ ബിഹേവിയർ ആൻഡ് അതർ സൈക്കോഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ആൻഡ് എ പേഴ്സൺസ് റെസ്പോൺസസ്. ഇതൊന്നും തന്നെ നല്ല രീതിയിലായിരിക്കത്തില്ല. ഓൾട്ടറേഷൻ എന്ന് ഇവിടെ പറയുന്നുള്ളൂ, പക്ഷേ അത് ഒന്നും തന്നെ പോസിറ്റീവ് ആയിരിക്കത്തില്ല, നെഗറ്റീവ് വേയിലായിരിക്കും അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ടാകുന്നത്. അതാണ് അക്യൂട്ട് ഇൻടോക്സിക്കേഷൻ. ഇനി അടുത്തത് നമ്മൾ വിഡ്രോവൽ സ്റ്റേറ്റ്. അത് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു. വിഡ്രോവൽ സ്റ്റേറ്റ് എന്നാൽ ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ക്ലസ്റ്റർ ഓഫ് സിംറ്റംസ് ഓഫൺ സ്പെസിഫൈഡ് ടു എ ഡ്രഗ് or substance used which develop in total or partial withdrawal of a drug or alcohol, usually after repeated or high dose use. അതായത് ഇറ്റ് ഈസ് എ ക്യാരക്ടറൈസ്ഡ് ബൈ എ ക്ലസ്റ്റർ ഓഫ് സിംറ്റംസ് ഓഫൺ സ്പെസിഫൈഡ് ടു എ ഡ്രഗ് ഓർ സബ്സ്റ്റൻസ് യൂസ് വിച്ച്, അതായത് ഒന്നുകിൽ മദ്യമാകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രഗ് ആകാം. അതാണ് ഇവിടെ ഡ്രഗ് ഓർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞത്. which develop in total or partial withdrawal of a drug or alcohol, usually after repeated or high dose use. അല്ലേ? അതായത് റിപ്പീറ്റഡ് ആയിട്ടോ വളരെ ഹൈ ആയിട്ടോ ഒരു സബ്സ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളിൽ പെട്ടെന്ന് അതിൻ്റെ എടുത്തുകൊണ്ടിരിക്കുന്ന ക്വാണ്ടിറ്റിയിൽ കുറവ് സംഭവിക്കുകയോ അല്ലെങ്കിൽ ടോട്ടലി നിർത്തുകയോ ചെയ്യുമ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്ന ചില പ്രത്യേക സിംറ്റംസിൻ്റെ ഒരു ക്ലസ്റ്ററിനെയാണ്, അതായത് ഗ്രൂപ്പ് ഓഫ് സിംറ്റംസിനെയാണ് ഇവിടെ നമ്മൾ വിഡ്രോവൽ സ്റ്റേറ്റ് എന്ന് അല്ലെങ്കിൽ പറയുന്നത്. ഓക്കെ. പിന്നെ ഇറ്റ് ഈസ് എ ഷോർട്ട് ആക്ടിങ് സിൻഡ്രോം വിത്ത് എ യൂഷ്വൽ ഡ്യൂറേഷൻ ഓഫ് ഫ്യൂ അവേഴ്സ് ടു എ ഫ്യൂ ഡേയ്സ്. അതായത് ഒരുപാട് നാളൊന്നും നിലനിൽക്കത്തില്ല. ഇത് വ്യക്തി എപ്പോൾ തൊട്ടാണോ അത് നിർത്തിയത് അല്ലെങ്കിൽ കുറച്ചത്, ആ മൊമെൻറ്റ് തൊട്ട് കുറച്ച് നേരത്തേക്ക് ചിലപ്പോൾ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ കുറേ ദിവസങ്ങളിലേക്ക് ലാസ്റ്റ് ചെയ്യാം വിഡ്രോവൽ സിംറ്റംസ്. ഓക്കെ. പിന്നെ ഇനി ഡിപ്പെൻഡൻസ് സിൻഡ്രോമാണ്. ഡിപ്പെൻഡൻസ് സിൻഡ്രോം എന്ന് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു. അതായത് ആശ്രയത്വം അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിനോട് വിധേയത്വം, അത് കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നതിനാണ് നമ്മൾ ഡിപ്പെൻഡൻസ് പറയുന്നത്. അല്ലേ? ആ ഒരു പ്രത്യേക അവസ്ഥയിൽ വരുമ്പം അവർക്ക് നമ്മൾ ടോളറൻസ് പറഞ്ഞു അല്ലെങ്കിൽ എന്നും ഒരേ ക്വാണ്ടിറ്റി കഴിച്ചു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഇഫക്റ്റ് കിട്ടത്തില്ല, ഓരോ ദിവസം മുന്നോട്ട് പോകുന്നതോളം കൂട്ടി കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ വ്യക്തി ഈ ഒരു സാധനത്തിൽ ഡിപ്പെൻഡൻ്റ് ആകും. അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിൽ എത്തിച്ചേരും. മനസ്സിലായി? ആ അവസ്ഥയ്ക്കാണ് ഡിപ്പെൻഡൻസ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ക്ലസ്റ്റർ ഓഫ് ഫിസിയോളജിക്കൽ, ബിഹേവിയറൽ and cognitive phenomenon in which the use of substance take a much higher priority than other behaviors. അതായത് ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏത് പെരുമാറ്റം എന്തെടുത്താലും അയാൾ അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാര്യം എപ്പോഴും ഈ പറയുന്ന ലഹരി വസ്തുക്കളോടുള്ള ആശ്രയത്വമായിരിക്കും. അത് കിട്ടാൻ വേണ്ടി, അത് ചെയ്യാൻ വേണ്ടി മറ്റെന്തും അയാൾ ചെയ്തെന്നിരിക്കും. മനസ്സിലായല്ലോ? അപ്പം ഇപ്പം തന്നെ കൈ പൈസ ഇല്ല അത് വാങ്ങിച്ച് കഴിക്കാനെങ്കിലും പറഞ്ഞാൽ പോലും ആ വ്യക്തി ഏതെങ്കിലും തരത്തിൽ പൈസ ഉണ്ടാക്കി അത് കഴിച്ചിരിക്കും. തന്നെയല്ല, അയാളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ചിന്ത ഈ ഒരു മദ്യത്തെ പറ്റിയോ ഈ ലഹരി വസ്തുവിനെ പറ്റി തന്നെ, എങ്ങനെ കിട്ടും, എവിടെ കിട്ടും, വീട്ടിലാരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിൽ അതെങ്ങനെ പാത്തു വയ്ക്കണം, എങ്ങനെ അത് ഹൈഡ് ചെയ്ത് വെക്കണം, ആരും കാണാതെ എങ്ങനെ കുടിക്കണം, അല്ലെങ്കിൽ എന്നെപ്പറ്റി മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഈ അവനൊരു കുടിയനാണെന്നുള്ള ഒരു അവേർഷൻ എന്നോട് തോന്നിക്കഴിഞ്ഞാൽ അവരിൽ നിന്ന് വിഡ്രോ ചെയ്ത് നടക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്ലസ്റ്റർ ഓഫ് ബിഹേവിയർ പേഷ്യൻസ് കാണിക്കും ഈ ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് ഉള്ളവർ. മനസ്സിലായി? അവർക്ക് കുടിക്കണം, അത് അവരുടെ മെയിൻ ലക്ഷ്യമാണ്, ജീവിതത്തിലെ മെയിൻ ലക്ഷ്യം തന്നെ അതാണ്. അത് അവരുടെ ചിന്തയിലെ മുഴുവൻ കാര്യങ്ങളും മദ്യത്തെ പറ്റിയോ അല്ലെങ്കിൽ ലഹരി വസ്തുവിനെ പറ്റി ആയിരിക്കും. അതെങ്ങനെ കിട്ടണം, എവിടെ കിട്ടണം, അതിനെങ്ങനെ പൈസ ഉണ്ടാക്കണം, എങ്ങനെ കഴിക്കണം, അതുപോലെ തന്നെ അതുമായിട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലൊക്കെ എന്തൊക്കെ വ്യത്യാസങ്ങൾ പലതും വരുത്താം. അത് കഴിഞ്ഞ് അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് ഈവൻ നിരപരാധികളുടെ ലൈഫിനെ പോലും നെഗറ്റീവായിട്ട് ഇൻ്റർഫിയറൻസ് ഉണ്ടാകുന്ന പോലെ അവർ ബിഹേവ് ചെയ്യാം. അതുകൊണ്ടാണല്ലോ കത്തിക്കുത്തും കൊലപാതകവും റോഡ് ട്രാഫിക് ആക്സിഡൻറ്റും ഒക്കെ ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ അവരുടെ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ദർ സെൽഫിഷ് മോട്ടീവ് ടു ഗെറ്റ് ആൽക്കഹോൾ ഓർ ദ ഡ്രഗ് ആൻഡ് ലിവ് ഓൺ ദം, ആൻഡ് വാട്ട് എവർ ഇസ് ദ കോംപ്ലിക്കേഷൻ ദേ ആർ നോട്ട് മൈൻഡിങ് ഓർ ദേ ആർ നോട്ട് ബോതേർഡ്. അതാണ് ഈ പറയുന്ന ഡിപ്പെൻഡൻസിൻ്റെ പ്രത്യേകത. അപ്പം എ സെൻട്രൽ ക്യാരക്ടറിസ്റ്റിക് ഈസ് ദ ഡിസയർ ടു ഗെറ്റ് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. അതായത് അവരുടെ ജീവിതത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ അവരുടെ ചിന്തയുടെയും പെരുമാറ്റത്തിൻ്റെയൊക്കെ മെയിൻ ഉദ്ദേശം തന്നെ ഈസ് ദ ഡിസയർ ടു ടേക്ക് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. അതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മുഖ്യമായ കാര്യം ഡിപ്പെൻഡൻസിൻ്റെ. ഓക്കെ. പിന്നെ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദിസ് സിൻഡ്രോം ഈസ് പ്രൊമോട്ടഡ് ബൈ ദ ഫിനോമിന ഓഫ് ടോളറൻസ്.
അത് ഞാൻ പറഞ്ഞല്ലോ, ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന വളരെ നാളുകളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നും ഒരേ എമൗണ്ട് കഴിച്ചാൽ അയാൾക്ക് ആ ഇഫക്റ്റ് കിട്ടത്തില്ല. ഓരോ ദിവസം മുന്നോട്ട് പോകുന്നതിനും കുറച്ച് എമൗണ്ട് കൂട്ടി കഴിക്കണം. അങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ, പണ്ട് 50 ml കഴിക്കുന്നവർ പിന്നെ ഓരോ ദിവസം 10 ദിവസം കഴിയുമ്പം 5 ml 10 ml കഴിച്ച് കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ അയാൾ ഒരു 100 ml കൂടെ അഡീഷണലായിട്ട് കഴിക്കേണ്ടി വരത്തില്ലേ. അപ്പോൾ അയാളുടെ എമൗണ്ട് അയാൾക്ക് ആ ഇഫക്റ്റ് കിട്ടണമെങ്കിലുള്ള എമൗണ്ട് 150 ml ആകത്തില്ലേ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ കൂട്ടി കഴിച്ച് അയാളൊരു ടോട്ടലി ഡിപ്പെൻഡൻറ്റ് പേഴ്സൺ ആയി പോകും. മനസ്സിലായോ? ഓക്കെ, ദെൻ ഇനി അടുത്ത വേറൊരു തരം മാനിഫെസ്റ്റേഷനാണ് ഹാംഫുൾ യൂസ്. നമ്മൾ 4ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തത്. അതായത് അക്യൂട്ട് ഇൻടോക്സിക്കേഷൻ കഴിഞ്ഞു, പിന്നെ വിഡ്രോവൽ സ്റ്റേജ് ഉണ്ട്, പിന്നെ ഡിപ്പെൻഡൻസ് സിൻഡ്രോം കഴിഞ്ഞു, പിന്നെ ഹാംഫുൾ യൂസ്. ഈ ഹാംഫുൾ യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ continued substance use despite the awareness of harmful medical and social effect ഓഫ് ദി സബ്സ്റ്റൻസ് ബീയിങ് യൂസ്ഡ്. അയാൾ കണ്ടിന്യൂസ്ലായിട്ട് ഇതെല്ലാം ഇതിൻ്റെ കോൺസിക്വൻസിനെ പറ്റി എല്ലാം അറിയാം. ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റും, സാമൂഹിക പ്രശ്നങ്ങളെപ്പറ്റും, അയാളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളെപ്പറ്റും, ഉണ്ടാക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളെപ്പറ്റും അറിയാമെങ്കിൽ പോലും എന്നും ഇങ്ങനെ കൂടുതൽ എമൗണ്ട് കൂട്ടി കഴിച്ച് അയാളുടെ അവസ്ഥ വളരെ ഹാംഫുള്ളായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് പോകുന്നു. So, a pattern of physically hazardous use of substance, example driving during intoxication. അപ്പോൾ അയാൾക്ക് ഒരു പക്ഷേ ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ. കാർ ഉപയോഗിക്കേണ്ട ആളാണ്. കാറൊന്നും ഉപയോഗിക്കാതെ ജോലിക്ക് പോകാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അയാൾക്ക് കാർ ഉപയോഗിക്കണം. പക്ഷേ ആൽക്കഹോൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ആ ആൽക്കഹോൾ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഹിസ് യൂസ് ഈസ് എ ഹാംഫുൾ യൂസ്, നോട്ട് ഓൺലി ഫോർ ഹിംസെൽഫ് ബട്ട് ഓൾസോ ഫോർ അതേഴ്സ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഹാംഫുൾ യൂസ്. ഓക്കെ, പിന്നെ ഇനിയും ക്ലാസസ് ഓഫ് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെ സബ്സ്റ്റൻസ് ആണ് അബ്യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ പലതരം ആൽക്കഹോളുണ്ട്. ഇതിനകത്ത് നമ്മളുടെ മദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഈത്തയിൽ ആൽക്കഹോളാണ്. ഓക്കെ, അപ്പോൾ ആൽക്കഹോൾ, പിന്നെ ഓപ്പിയോയിഡ്സ്. നമ്മൾ പഴയ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, കറപ്പെന്ന് പറയുന്നൊരു സാധനം, അതാണ് ഓപ്പിയോയിഡ്സ്. വളരെ സ്മോൾ എമൗണ്ട് മതി, കറുത്തിരിക്കുന്ന ഒരു സാധനമാണ്. അത് നാക്കിൻ്റെ അടിയിലൊക്കെ കുറച്ച് നേരം വെച്ചേക്കും. അങ്ങനെയുള്ള ഡയറക്റ്റായിട്ട് കഴിക്കുന്ന ആൾക്കാരും പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സബ്സ്റ്റൻസ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഓപ്പിയോയിഡൽ സബ്സ്റ്റൻസസും ഉണ്ട്. പിന്നെ കനാബിനോയിഡ്സ്, അതൊരു പ്ലാന്റാണ്. കന്നാബിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ നിന്ന് എടുക്കുന്ന ആ ഒരു ലഹരി ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ കനാബിനോയിഡ്സ് എന്ന് പറയുന്നത്. പിന്നെ കൊക്കൈൻ, പിന്നെ ആംഫിറ്റമിൻസ് ആംഫിറ്റമിൻ എന്ന് പറയുന്നാൽ ഒരു കെമിക്കൽ അതൊരു സ്റ്റിമുലൻ്റ് ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ സബ്സ്റ്റൻസ് ഒക്കെ ഉപയോഗിച്ചാൽ അവർ സ്റ്റിമുലൻസ് ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. അതും ഒരു ലഹരി വസ്തുവാണ്. കൂടുതലും അഡോളസൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധാരണ വസ്തുവാണ് ഈ പറയുന്ന ആംഫിറ്റമിൻ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്. പിന്നെ ഹലൂസിനോജൻസ് അല്ലെങ്കിൽ LSD എന്ന് പറയും, അതും സാധാരണയാണ്. ഹലൂസിനോജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹലൂസിനോസിസ് എന്ന് പറയുന്നത് അതായത് സെൻസറി പെർസെപ്ഷണൽ ഡിസോർഡറായിട്ട് അത് വെച്ചേക്കുന്നത്. ഇന്ദ്രിയങ്ങൾ ഓരോന്നും അവർക്ക് റിയൽ ഒരു സ്റ്റിമുലസ് കിട്ടാതെ തന്നെ ഉണ്ടെന്നൊക്കെ ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയാണത്. ഓക്കെ, അപ്പോൾ അത് ഹലൂസിനേഷൻ ഉണ്ടാക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഹലൂസിനോജൻസ് എന്ന് പറഞ്ഞാൽ. ഈ ഹലൂസിനേഷനെ പറ്റിയൊന്നും ഞാൻ കൂടുതൽ പറയുന്നത്, ഇതൊക്കെ നമ്മൾ സിംറ്റമെറ്റോളജി പഠിപ്പിച്ചപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. എനിവേ, ഹലൂസിനേജൻ ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് പ്രൊഡ്യൂസ് ഹാലൂസിനേറ്ററി ഇഫക്റ്റ് ഓൺ ദ പേഴ്സൺ ഹു ഈസ് ടേക്കിംഗ് ദാറ്റ് സബ്സ്റ്റൻസ്. ഓക്കെ, പിന്നെ സെഡേറ്റീവ്സ്, അതായത് ബ്രെയിനിൻ്റെ ഫങ്ഷനെ ഡിപ്രസ് ചെയ്യുന്ന ഒരു ഏജൻ്റാണ് സെഡേറ്റീവ്സ്. ഹിപ്നോട്ടിക്സ്, അതായത് മാനസികമായിട്ടുള്ള ചില പ്രത്യേക സജഷൻസും ഒക്കെ കിട്ടുന്ന ഒരവസ്ഥ, അതാണ്. അല്ലെങ്കിൽ അവരെ ബ്രെയിനിൻ്റെ റിയൽ ഇഫക്റ്റിന് താഴെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയ്ക്കാണ് നമ്മൾ ഹിപ്നോട്ടിസം എന്നൊക്കെ പറയുന്നത്. പിന്നെ ആൻസിയോലൈറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠാകുലരായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു മെഡിസിനാണ് ആൻസിയോലൈറ്റിക്. പക്ഷേ ഇവരിത് കൂടുതലായിട്ട് എടുത്ത് ഉപയോഗിച്ചിട്ട് അബ്യൂസ്ഡ് ആകുക. പിന്നെ ഇൻഹലൻസ് ആൻഡ് വോളറ്റൈൽ സോൾവൻസ്. പിന്നെ നിക്കോട്ടിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതൊരു പ്ലാന്റ് പ്രോഡക്റ്റാണ്. അതിനകത്ത് നമ്മൾ ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളിലും, അതുപോലെ തന്നെ കറുപ്പല്ല പുകയില കൊണ്ടുണ്ടാക്കുന്ന സിഗരറ്റ്, അങ്ങനെയുള്ള പുകയില കൊണ്ടുണ്ടാക്കുന്ന ഏത് സബ്സ്റ്റൻസിനെയും നമ്മൾ നിക്കോട്ടിൻ കണ്ടെയ്നിങ് സബ്സ്റ്റൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് കഴിച്ചിട്ട്, അതായത് ആൾക്കാർ കണ്ടിട്ടില്ലേ, പുകയില ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് നിക്കോട്ടിൻ എന്നുള്ളൊരു സാധനത്തിൻ്റെ ഇഫക്റ്റാണ്, ലഹരിയാണ് അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഫെൻസിസൈക്ലിഡിൻ ആൻഡ് റിലേറ്റഡ് സബ്സ്റ്റൻസ്, അതും ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് അബ്യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്ലാസ്സസ് ആണ് മെയിൻലി ഉപയോഗിക്കുന്നത്. അതായത് ആൽക്കഹോൾ, ഓപ്പിയോയിഡ്സ്, കനാബിനോയിഡ്സ്,
cocaine, amphetamines and related substances, hallucinogen, sedatives, hypnotics and anxiolytics, then inhalants, പിന്നെ നിക്കോട്ടിൻ ആൻഡ് ഫെൻസൈക്ലിഡിൻ ആൻഡ് റിലേറ്റഡ് സബ്സ്റ്റൻസ്. ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് വിച്ച് ആർ യൂസ്ഡ് ബൈ ദ ഇൻഡിവിജ്വൽസ് ടു ഗെറ്റ് ദ ഇഫക്റ്റ് ഓഫ് ദാറ്റ്. ഓക്കെ. പിന്നെ അടുത്തത് ഇതിനകത്ത് ഇതെങ്ങനെയാണ് ഓരോന്ന് ഉപയോഗിക്കുന്നതിനുള്ളതിൻ്റെ ഞാൻ ഒരു ടേബിൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് ഓരോന്നും ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസിൻ്റെയും ഏതൊക്കെ റൂട്ട് വഴിയാണ് അവരെടുക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഇഫക്റ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. ആൽക്കഹോൾ നമ്മൾ ഓറലിയാണ് എടുക്കുന്നത്, അതൊരു CNS ഡിപ്രസൻ്റ് ആണ്. പിന്നെ ഈ ഗഞ്ചാവ്, കനാബിനോയിഡ് അങ്ങനെയൊക്കെ പറയുന്നത് സ്മോക്ക് വഴിയോ ഓറലായിട്ടോ എടുക്കാം, അതും ഡിപ്രസൻ്റ് ആണ്. പിന്നെ മോർഫിൻ, ഹീറോയിൻ, ഓപ്പിയം ഇതൊക്കെ ഓറലായിട്ടാണ് എടുക്കുന്നത്. ചിലരും പെരൻട്രലായിട്ട് സ്മോക്കിംഗ് വഴിയും എടുക്കാം. അപ്പോൾ അതിൻ്റെതും ഒരു ഡിപ്രസൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ കൊക്കൈൻ, അത് ഇൻഹലേഷൻ വഴി ഓറല സ്മോക്കിംഗ് ആയിട്ടും ഇഞ്ചക്ഷൻ വഴി ഉപയോഗിക്കാം, അതൊരു സ്റ്റിമുലൻ്റ് ആണ് കൊക്കൈൻ. പിന്നെ ആംഫിറ്റമിനും ഓറലോ പെരൻട്രൽ എടുക്കാം, അതും ഒരു സ്റ്റിമുലൻ്റ് ആണ്. പിന്നെ ലൈസർജിക് ആസിഡ് ഡൈ എഥിലമൈഡ്, അതാണ് LSD എന്ന് പറയുന്നത്, അത് ഓറലായിട്ട് എടുക്കുന്നത്, അതൊരു ഹലൂസിനോജനാണ്. പിന്നെ ബാർബിറ്ററേറ്റ്സ്, അത് നമ്മൾ സാധാരണ ഈ ബാർബിറ്ററേറ്റ് ഗ്രൂപ്പൊക്കെ ആൻറ്റി എപ്പിലെപ്റ്റിക് ആയിട്ടൊക്കെ സാധാരണ തെറാപ്യൂട്ടിക്കലി ഉപയോഗിക്കുന്ന ഡ്രഗാണ്. അതും അബ്യൂസിന് ഉപയോഗിക്കാറുണ്ട്, ഓറൽ ഓർ പെരൻട്രൽ. അതും ദാറ്റ് ഓൾസോ കോസസ് ഡിപ്രഷൻ. പിന്നെ ചിലതരം പെയിൻ തിന്നേഴ്സ്, അതായത് പെയിൻ്റൊക്കെ ഡൈല്യൂട്ട് ചെയ്യാനുള്ള ചില തിന്നേഴ്സൊക്കെ ഉണ്ട്, അതും കെമിക്കൽസാണ്. ദാറ്റ് ഓൾസോ ഓറലി എടുക്കാം, സ്മോക്കിംഗ് വഴിയോ ഇൻഹലേഷൻ വഴിയോ പെരൻട്രലോ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാം. അതും അതിൻ്റെ ഇഫക്റ്റ് ഡിപ്രസൻ്റ് ആണ്, അതൊരു വോളറ്റൈൽ ഇൻഹലൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ പേഴ്സൺ, ദ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷനും അതിൻ്റെ ഇഫക്റ്റുമായി ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കണ്ടതിലെ മെജോറിറ്റിയും ഡിപ്രസൻ്റ് ആണ്, 1-2 ഉള്ള സ്റ്റിമുലൻസ് ആയിട്ടുള്ളത്, പിന്നെ ഒന്ന് ഹലൂസിനേജൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പ്രോപ്പർലി ഇനിയും ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇനി ഇത് എന്താണ് ഈ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസിൻ്റെ ഇറ്റിയോളജി എന്ന് ചോദിച്ചാൽ മെയിൻലി അതിനൊരു സിംഗിൾ ഇറ്റിയോളജി നമുക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ എ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് ആർ ദെയർ വിച്ച് കോൺട്രിബ്യൂട്ട് ടു ദ ഇറ്റിയോളജി. അതായത് ബയോളജിക്കൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ് ആൻഡ് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെനറ്റിക് വൾനറബിലിറ്റി, അതായത് വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ തലമുറകളായിട്ട് ആരെങ്കിലുമൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, പഴയ തലമുറകളിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അടുത്ത തലമുറകളിലും വരാൻ ഇതൊക്കെ ഇങ്ങനെ ഒരു ടെൻഡൻസി കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് പറയുന്നത് ജെനറ്റിക് വൾനറബിലിറ്റി, ഫാമിലി ഹിസ്റ്ററി. പിന്നെ ബയോകെമിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതായത് ഡോപ്പമിൻ, നോറെപ്പിനെഫ്രിൻ, ഇതിന് രണ്ടിനും അത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ്, നമ്മൾ പഠിക്കുന്നത്. ആസ് എ റോൾ ഇൻ കൊക്കൈൻ ഇൻടേക്ക് ആൻഡ് ഓൾസോ എത്തനോൾ ആൻഡ് ഓപ്പിയോയിഡ് ഡിപ്പെൻഡൻസിന് ഈ പറയുന്ന നോറെപ്പിനെഫ്രിനും അല്ലെങ്കിൽ ഡോപ്പമിനും ഒരു റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് കെമിക്കൽ ഫാക്ടേഴ്സായിട്ട് അതിനെ കൺസിഡർ ചെയ്യുന്നു. പിന്നെ കോമോർബിഡ് മെഡിക്കൽ ഡിസോർഡേഴ്സ്, അതായത് ചില ഈ പറയുന്ന മാനസിക രോഗമല്ലാതെ എന്തെങ്കിലും ശാരീരിക രോഗം ഉണ്ടെന്നിരിക്കട്ടെ, സപ്പോസ് ഏതെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻ, പേഷ്യൻ്റ് ഈസ് ഹാവിങ് എക്സ്ട്രീം പെയിൻ, അപ്പോൾ ഡോക്ടർ ഏതെങ്കിലും ഒരു അനാൽജസിക് ഡ്രഗ് എപ്പോഴും പെരൻട്രലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് എപ്പോഴൊക്കെ പെയിൻ ഉണ്ടെങ്കിലും കൊടുത്തോളാൻ ഒരു SOS ഓർഡർ എഴുതിയിട്ടുണ്ടെങ്കിൽ പെയിൻ പേഷ്യൻ്റ് കംപ്ലയിൻറ്റ് ചെയ്യുമ്പോഴൊക്കെ അത് കൊടുക്കത്തില്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പം ആ ഒരു പർട്ടിക്കുലർ ഡ്രഗിന് ചിലപ്പം പേഷ്യൻ്റ് അടിമയായിട്ട് പോകാം, അല്ലേ. അത് അത് ഉണ്ടെങ്കിൽ മാത്രമേ ഉറങ്ങാൻ കഴിയുന്നുള്ളൂ, പെയിൻ മാറുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു പർപ്പസോട് തെറാപ്യൂട്ടിക്കലി ആണ് അത് കൊടുക്കുന്നെങ്കിൽ പോലും ലേറ്റർ ഓൺ ദ പേഴ്സൺ ക്യാൻ ഗെറ്റ് അഡിക്റ്റഡ് ടു ഇറ്റ് ഓർ ഡിപ്പെൻഡൻറ്റ്. ഓക്കെ. പിന്നെ കോമോർബിഡ് സൈക്കാട്രിക് ആൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, അതായത് ചില വ്യക്തിക്ക് പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമായിട്ട് തന്നെ അവർക്ക് ഈ പറയുന്ന ഒരു ഡിപ്പെൻഡൻസ് ഫോർമേഷൻ എന്നുള്ള ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് അവർക്ക് ഉണ്ടാകാം. അതല്ലെങ്കിൽ സൈക്കാട്രിക് കണ്ടീഷൻ്റെ ഭാഗമായിട്ട് അവർക്ക് ചില ഡ്രഗ് കൊടുക്കുന്നുണ്ട്, ആ ഡ്രഗിന് അവർ ഡിപ്പെൻഡൻസ് ഉണ്ടാക്കാം. ഓക്കെ. അതപ്പം അതൊരു തെറാപ്യൂട്ടിക് വ്യൂയോടെയാണ് ചെയ്യുന്നെങ്കിൽ പോലും, ഫോർ എക്സാമ്പിൾ ഇപ്പം പേഷ്യൻസിന് ഇൻസോമിനിയ ഉള്ള പേഷ്യൻ്റാണ്, രോഗത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ മരുന്ന് ഉറക്കം വരാൻ വേണ്ടി ഡോക്ടർ ഒരു പക്ഷേ 1, 2, 3 ദിവസം കൊടുത്തു, പേഷ്യൻ്റ് ഉറങ്ങി. അപ്പോൾ 4ാമത്തെ ദിവസം ആകുമ്പോഴും പേഷ്യൻ്റ് പറയും എനിക്ക് ഉറക്കം വരുന്നില്ല, വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ കൊടുത്ത് ഫോർ എക്സാമ്പിൾ ഉറക്ക ഗുളിക ഇല്ലാതെ ഉറങ്ങാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയിൽ പേഷ്യൻ്റായി തീരാം. അതാണ് പറയുന്നത് കോമോർബിഡ് സൈക്കാട്രിക് കണ്ടീഷൻസ് ആൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ. പിന്നെ ഇനി സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതായത് ചില വ്യക്തികൾ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിക്കുന്നതിന് സൈക്കോളജിക്കലായിട്ട് ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് സെൻസ് ഓഫ് ഇൻഫീരിയോറിറ്റി, അപകർഷതാബോധം.
പക്ഷെ അവർക്ക് സ്വന്തമായിട്ട് അവരെ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് താഴെയാണ് എന്നൊക്കെ ഒരു തോന്നലുണ്ടാകുമ്പോൾ അവരെ മദ്യമൊക്കെ കഴിച്ചിട്ട് കൂടുതൽ സംസാരിക്കുക, മറ്റുള്ളവരുടെ വലിയ ഷോ ഓഫ് കാണിക്കുക, ഞാൻ വലിയൊരാളാണെന്ന് മറ്റുള്ളവർക്ക് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കാനും ഒക്കെ ആയിട്ട് അവരിത് ഇങ്ങനെയുള്ള ഈ പറയുന്ന സബ്സ്റ്റൻസുകൾ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ എല്ലാം മറക്കാൻ ഇത് എന്നെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളവരും ഒരു പക്ഷേ എടുത്ത് ഉപയോഗിക്കും. മനസ്സിലായി? അതിൻ്റെ അണ്ടറിലാണെങ്കിൽ പിന്നെ ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നൊന്നും നല്ല ബോധം വരത്തില്ലല്ലോ. അപ്പോൾ അവർ മറ്റുള്ളവരുടെ അവഗണനയൊക്കെ പരിഹരിക്കാൻ ഒരു കാര്യമാകും ഇതെന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ളവർ ഇതെടുത്ത് ഉപയോഗിക്കും. അപ്പോൾ സെൻസ് ഓഫ് ഇൻഫീരിയോറിറ്റി ഉള്ളവർ ഈ പറയുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതപ്പോൾ ഒരു സൈക്കോളജിക്കൽ ഫാക്ടറായിട്ട് വെക്കാം. അയാളുടെ മനോഭാവം അങ്ങനെ ആയതുകൊണ്ടാണല്ലോ. പിന്നെ ഒന്ന് ലോ സെൽഫ് എസ്റ്റീം, അതായത് ആത്മാഭിമാനം ഇല്ലായ്മ. അതായത് അവനവനെ പറ്റിയുള്ള ഒരു വാല്യൂയാണ് നമ്മൾ സെൽഫ് ഇമ്പോർട്ടൻസ്, സെൽഫ് എസ്റ്റീം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ലാത്ത ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി താൽക്കാലികമായിട്ട് അവനവനെ പറ്റി റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാര്യം ഞാൻ നേടിയെടുത്തത് ഈ ലഹരി മരുന്നുകളൊക്കെ അപ്പോൾ പിന്നെ അവർ അതിൻ്റെ കെയർ ഓഫിൽ എന്തും ചെയ്യാം എന്നൊരു തോന്നലൊക്കെ അവർക്കുണ്ടാകും. അതാണല്ലോ പലപ്പോഴും പല വഴക്കുകളും ബഹളങ്ങളും ഒക്കെ ഈ ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ കൂടുന്നത്. ചില വസ്തുക്കൾ അധികം സംസാരിക്കാതിരുന്ന ആൾക്കാരൊക്കെ കുറച്ച് വെള്ളം അടിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ ഒരുപാട് സംസാരിക്കും, ഒരുപാട് ഷൗട്ട് ചെയ്യും, മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ ഓഫ് കാണിക്കും, ഇമ്പോർട്ടൻറ്റ് പേഴ്സണായിട്ട് ആക്ട് ഔട്ട് ചെയ്യും, അങ്ങനെയൊക്കെ അവർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് ഒരു അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു ഏജൻ്റായിട്ട് അവർ ഈ മദ്യത്തെ ചിലപ്പം കാണും. അപ്പോൾ അതുകൊണ്ട് ലോ സെൽഫ് എസ്റ്റീം ഉള്ള വ്യക്തികൾ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ പൂവർ ഇമ്പൾസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ളൊരു വേണമാണ്. വാട്ട് ഈസ് മീൻ ബൈ ഇമ്പൾസ് കൺട്രോൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം, മനസ്സിലെ തോന്നുന്ന ഒരു കാര്യം എടുത്തു ചാടി ചെയ്യുന്ന ഒരവസ്ഥയാണ് ലോസ് ഓഫ് ഇമ്പൾസ് കൺട്രോൾ എന്ന് പറഞ്ഞത്. അതേസമയം അതിനെ കൺട്രോൾ എന്ത് തോന്നിയാലും അത് എടുത്തു ചാടി ചെയ്യാതെ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് ആ വ്യക്തിക്കുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ പേഴ്സൺ ഈസ് ഹാവിങ് ഇമ്പൾസ് കൺട്രോൾ. അപ്പോൾ പൂർ ഇമ്പൾസ് കൺട്രോൾ എന്ന് വെച്ചാൽ വരാഴികളെ പറ്റി അല്ലെങ്കിൽ കോൺസിക്വൻസിനെ പറ്റി മനസ്സിലാക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന സ്വഭാവത്തിനാണ് പൂർ ഇമ്പൾസ് കൺട്രോൾ എന്ന് പറയുന്നത്. അങ്ങനെ ചില വ്യക്തികളുണ്ട്. ഞാനിങ്ങനെ ചെയ്താൽ എൻ്റെ കോൺസിക്വൻസ് ഇന്ന കുഴപ്പങ്ങൾ എന്നിലുണ്ടാക്കും, അല്ലെ എൻ്റെ വീട്ടിലുണ്ടാക്കും, അല്ലെ എനിക്ക് പ്രശ്നം ഉണ്ടാക്കും എന്നൊന്നും ചിന്തിക്കാതെ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സ്വഭാവമുള്ള ആൾക്കാർ, അവരുടെ ഈ ഫാക്ടർ അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ഒരു സൈക്കോളജിക്കൽ ഫാക്ടറായിട്ട് ആക്ട് ചെയ്യും. പിന്നെ പൂവർ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലൈഫിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടാകാം, ആങ്സൈറ്റി ഉണ്ടാകാം, ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ ഒരു ഹെൽത്തി ആയിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യാതെ അതിനോട് എങ്ങനെ അത് പ്രോപ്പർലി മാനേജ് ചെയ്യണമെന്ന് ചിന്തിച്ച് മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാതെ അങ്ങനെ ഒരു സിറ്റുവേഷനെ അങ്ങ് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി അതിനെ മറന്നു കളയുക, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തവർ അതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ടല്ലോ എന്ന് പറഞ്ഞ് അത് ബോധമില്ലാതെ നടക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് മദ്യം ഉപയോഗിക്കുക അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക, അല്ലേ? അപ്പം പൂവർ സ്ട്രെസ് മാനേജ്മെൻറ്റിന് വേണ്ടി സ്ട്രെസ്സിന് എന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞ് കുറച്ച് ആൽക്കഹോളൊക്കെ കഴിച്ച് അല്ലെങ്കിൽ ഒരു ലഹരി വസ്തുക്കൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ CNS ഡിപ്രസ്ഡ് ആയി പോകുമല്ലോ. അപ്പോൾ പിന്നെ ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ. പിന്നെ ഡിസയർ ടു എസ്കേപ്പ് ഫ്രം റിയാലിറ്റി, അതും ഈ പറഞ്ഞ പോലെ തന്നെ വേറൊരു കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഫേസ് ചെയ്ത് വരുമ്പം അതിനെപ്പറ്റി അതൊത്തിരി മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു എങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി മദ്യമോ ലഹരി വസ്തുക്കളോ ഉപയോഗിക്കാം. പിന്നെ എയർലി ഇനിഷ്യേഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് ടുബാക്കോ എന്ന് പറഞ്ഞാൽ ചില വ്യക്തികളുണ്ട് വളരെ ചെറിയ പ്രായത്തിലേ തന്നെ പ്രഷർ പിയേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഒക്കെ ഇൻഫ്ലുവൻസ് കൊണ്ടുണ്ടോ വളരെ ചെറുപ്പത്തിലെ തന്നെ ബീഡി അല്ലെങ്കിൽ ആൽക്കഹോൾ ഇതൊക്കെ കഴിച്ച് ശീലിച്ചവരുണ്ടാകാം. അങ്ങനെയുള്ളവർക്ക് വളരെ ചെറുപ്പത്തിലെ തന്നെ അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായി തീർന്നവർ ഈ ഒരു സാധനം അവരുടെ ലൈഫിൻ്റെ ഭാഗമായി തീർന്നെങ്കിൽ പിന്നെ അവരത് കണ്ടിന്യൂ ചെയ്ത് പോകും, കാരണം അവർ ഡിപ്പെൻഡൻ്റായി പോകുന്നതാണ് അതുകൊണ്ട്. ഓക്കെ. പിന്നെ റിലീഫ് ഫ്രം ഫെറ്റീഗ് ആൻഡ് ബോർഡം, അതായത് എന്തെങ്കിലുമൊക്കെ ഒത്തിരി ജോലി ചെയ്തൊക്കെ വരുന്നവർ, വലിയ കൂലിപ്പണിയൊക്കെ കഴിഞ്ഞവർ ചിലപ്പം പറയാറുണ്ട്, ഞാൻ ഒത്തിരി ജോലി ചെയ്താൽ ഞാൻ ഒത്തിരി ടയേർഡായി, ഇനി ഞാൻ പോയി ഇച്ചിരി വല്ല ഫുഡും കഴിച്ച് ഇച്ചിരി 2 പെഗ് അടിച്ച് പോയി കിടന്ന് എനിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റുമല്ലോ, നാളെ രാവിലെ ജോലിക്ക് പോകാൻ നേരത്തെ എഴുന്നേറ്റാൽ മതി എന്നും പറഞ്ഞ് അവർക്ക് റിലീഫ് ഫ്രം ഫെറ്റീഗ് ആൻഡ് ബോർഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ലാതെ വെറുതെ ഇരിക്കുന്ന ആൾക്കാർ. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അൻ ഐഡിൽ മൈൻഡ് ഈസ് എ ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാനുള്ളവർ അതിനെപ്പറ്റി ചിന്തിച്ച് അതിനകത്ത് ഇൻവോൾവ് ചെയ്യും. അങ്ങനെ ഇല്ലാത്തവർ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്യാം.
മനസ്സിലായോ? അപ്പോൾ അതാണ് പറയുന്നത് റിലീഫ് ഫ്രം ഫെറ്റീഗ് ആൻഡ് ബോർഡം. പിന്നെ സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട് ഇതിനൊത്തിരി. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന് പിയർ പ്രഷർ, കൂട്ടുകാരുടെ പ്രഷറ്, പിന്നെ ഇൻട്രാ ഫാമിലിയർ കോൺഫ്ലിക്റ്റ്, വീട്ടിലാരുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പിലല്ല, അവിടെ എപ്പോഴും പ്രശ്നങ്ങളാണ്. അപ്പോൾ അവരിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനോ അവരോട് പകരം വീട്ടാനോ അല്ലെങ്കിൽ അവരോടുള്ള ദേഷ്യം കാണിച്ചു കൊടുക്കാനോ ഒക്കെ ഇത് ചെയ്യാം. പിന്നെ അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ റൂറൽ ഏരിയയിൽ നിന്ന് ഒത്തിരി ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനും ഒക്കെ വരുമ്പോൾ ഈ മദ്യം ഉപയോഗിക്കുക, മയക്കുമരുന്ന് എന്നുള്ളതൊക്കെ എല്ലാവരും ചുറ്റുമുള്ളവരൊക്കെ ഉപയോഗിക്കുന്നു. അവിടെ എപ്പോഴും പാർട്ടിയുണ്ട്, അവിടെ മദ്യമുണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ കുറേ കൂടെ അതിനുള്ള ചാൻസ് കൂടുതലായിട്ട് വരുന്നു അർബനൈസേഷൻ്റെ ഭാഗമായിട്ട്. പിന്നെ ഈസി അവൈലബിലിറ്റി, കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അല്ല എങ്ങും റെസ്ട്രിക്ഷനൊന്നുമില്ല, കാശുണ്ടെങ്കിൽ ആർക്ക് വേണേലും വാങ്ങിക്കാമല്ലോ. അത് വില കുറഞ്ഞതും വില കൂടിയതും ഒക്കെ കിട്ടും, പലതരത്തിലുള്ളത് കിട്ടും. അപ്പം അത് എവിടെ ഈസിലി അവൈലബിൾ ആണ്, ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ടു ഗെറ്റ് ഇറ്റ്. അതൊന്ന്. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ്, അതും ജോലിയൊന്നും ഇല്ലാതിരിക്കുമ്പോഴും ഈ പറയുന്ന പോലെ തന്നെ ഒന്നുകിൽ അതും ജോലി കിട്ടിയില്ല എന്നുള്ള വിഷമം ഒരു റീസണാകാം, ആ സങ്കടം മറന്നു കളയാൻ കഴിക്കുന്നതാകാം, അതല്ലെങ്കിൽ വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവർ ഇതിനകത്തൊക്കെ ഇൻവോൾവ് ചെയ്യുന്നതാകാം, അങ്ങനെയാകാം. പിന്നെ പൂവർ ഫാമിലിയർ ആൻഡ് സോഷ്യൽ സപ്പോർട്ട്, അതായത് എന്തെങ്കിലുമൊക്കെ അവസ്ഥയിലൊക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് വീട്ടിൽ നിന്നോ സൊസൈറ്റിയിൽ നിന്നോ പ്രോപ്പർ സപ്പോർട്ട് കിട്ടാത്ത ആൾക്കാരും അവരുടെ മനസ്സിൻ്റെ ടെൻഷൻ, സ്ട്രെസ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണമെങ്കിൽ കുടിക്കാം. അതൊക്കെ ചാൻസ് ഉണ്ട്. ഇഫക്റ്റ് ഓഫ് ടെലിവിഷൻ ആൻഡ് അതർ സോഷ്യൽ മീഡിയ, അതായത് നമ്മൾ പല പല പടങ്ങളും നമുക്കറിയാമല്ലോ, പല സീരിയൽ കാണുന്നു, പല പല കാര്യങ്ങൾ കാണുന്നു, അതിനകത്ത് മദ്യത്തിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് കാണിക്കും. പക്ഷേ അവിടെ ഒരു ലേബലും കൂടെ കാണിക്കും, ആൽക്കഹോളിസം ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നും കാണിക്കും. പക്ഷേ എന്നാലും അങ്ങനെയുള്ള സീരിയലിനൊന്നും ഒരു കുറവില്ല. അപ്പോൾ അതുകൊണ്ടും പല പല സിനിമകളിലും ഒക്കെ ഇതിനകത്ത് ഇങ്ങനെയുള്ള മദ്യത്തിൻ്റെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ റിലേഷൻഷിപ്പിനെ ഒക്കെ സബ്ജക്റ്റ് ആക്കുന്ന ചിത്രങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അത് കണ്ടു കഴിയുമ്പോഴും അത് സ്വന്തം ജീവിതത്തിലൊന്ന് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാനുള്ള ഒരു ടെൻഡൻസി മനുഷ്യനുണ്ടാകാം. പിന്നെ ഒക്കുപ്പേഷൻ, അതായത് ചില ജോലികളിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് കാണും. ഫോർ എക്സാമ്പിൾ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നവർ, ഷെഫ്, അതായത് വലിയ വലിയ ഹോട്ടലിലൊക്കെ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നവർ, പിന്നെ ബാർമെൻ, പിന്നെ സെയിൽസ്മെൻ, എൻ്റർടൈനേഴ്സ്, ഇങ്ങനെയുള്ള ചില ഒക്കുപ്പേഷനിലൊക്കെ ഉള്ളവർക്ക് മദ്യം കിട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ അവർക്കും ഇതൊരു സോഷ്യൽ ഫാക്ടറായിട്ട് വരാം. ഓക്കെ. പിന്നെ ഇനി സയൻസ് ആൻഡ് സിംറ്റംസ് എന്താണെന്ന് ചോദിച്ചാൽ, ലോട്ട് ഓഫ് സയൻസ് ആൻഡ് സിംറ്റംസ് പേഷ്യൻ്റ് മേസോ, അതായത് അതിലെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഗിവിങ് ആസ് എ പാസ്റ്റ് ആക്ടിവിറ്റീസ് സച്ച് ആസ് സ്പോർട്സ്, ഹോംവർക്ക് എക്സെട്ര. ഗിവിങ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ച് കളയുന്ന ഒരവസ്ഥ. നേരത്തെയൊക്കെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്, ഇപ്പോൾ സ്പോർട്സിലൊന്നും ഇൻവോൾവ് ചെയ്യുന്നില്ല, ഹോംവർക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രോപ്പർലി പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷേ മദ്യപന്മാരായി കഴിയുമ്പോഴത്തേക്ക് അവർ ആ ജോലിയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക, വേണ്ട രീതിയിൽ ഉത്തരവാദിത്വം എടുക്കാതിരിക്കുക, പിന്നെ കൂടുതൽ അഗ്രസീവ് ആയിരിക്കുക, ഇറിറ്റബിലിറ്റി കാണിക്കുക, ഫോർഗെറ്റ്ഫുൾനെസ്, അതായത് ഹയർ മെൻ്റൽ ഫംഗ്ഷനൊക്കെ ഇമ്പയർ ചെയ്യുമല്ലോ, അപ്പോൾ മെമ്മറി പ്രോബ്ലം ഒക്കെ പേഷ്യൻസ് ഉണ്ടാകാം. അതുകൊണ്ട് ഫോർഗെറ്റ്ഫുൾനെസ്, ദെൻ ഡിസപ്പിയറിങ് മണി ഓർ വാല്യുബിൾസ് ഫ്രം ഹോം, അതായത് ഈ പറയുന്ന ഡിപ്പെൻഡൻ്റ് ആൾക്കാർ പൈസ കയ്യിലൊക്കെ ഇല്ലാത്ത അവസ്ഥയ്ക്ക് ഇമ്മീഡിയറ്റ്ലി അവർക്ക് മദ്യം കഴിക്കണമെങ്കിൽ വീട്ടിലെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ കൊണ്ടുപോയി വിറ്റിട്ട് കുടിക്കാം. അങ്ങനെ പല പല ഇമ്പോർട്ടൻ്റ് സാധനങ്ങൾ വീട്ടിൽ നിന്ന് കാണാതാകുക. ഓക്കെ. പിന്നെ ഫീലിംഗ് ഹെൽപ്ലെസ്, ഡിപ്രസ്ഡ് ആൻഡ് സൂയിസൈഡൽ, അവർക്ക് ഒരുപക്ഷെ മാനസികമായിട്ട് ഇതിൽ നിന്ന് വിടുതൽ നേടണം എന്നൊരു ചിന്ത കാണും, പക്ഷെ അവർക്ക് കഴിയത്തില്ല. അതുകൊണ്ട് അവർ ഹെൽപ്ലെസ്സും ഡിപ്രസ്ഡും ആൻഡ് സൂയിസൈഡിലും ആകാം. പിന്നെ സെൽഫിഷ്നെസ് ആൻഡ് ഇഗ്നറൻസ് അബൌട്ട് അതേഴ്സ്, അതായത് സ്വന്തം കാര്യം നടക്കണം. അവരിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ അവസ്ഥ അവരുടെ മദ്യം കിട്ടണം, എങ്ങനെ കഴിക്കണം, അതിന് പൈസ എങ്ങനെ ഉണ്ടാക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവരെപ്പോഴും അവരുടെ ചിന്തയിലുള്ള ഒരു പ്രധാന കാര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ മറന്നു പോവുക, മറ്റുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പിന്തിരിയുക, അതൊക്കെ ചെയ്യാതിരിക്കുക, റോൾ പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാം. അതാ സെൽഫിഷ്നെസ് ആൻഡ് ഇഗ്നറൻസ് അബൌട്ട് അതേഴ്സ്. ദെൻ ലൈയിങ് അബൌട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് ഡ്രഗ് ഓർ ആൽക്കഹോൾ യൂസ്ഡ്, അതായത് കള്ളം പറയുക, എത്രമാത്രം കുടിച്ചു, അല്ലെങ്കിൽ ഇപ്പം മിക്കലും കള്ളം, ഇന്ന് ഞാൻ കുടിച്ചില്ല എന്നേ പറയും. പക്ഷേ അയാൾ 2-3 പെഗ് കഴിച്ചിട്ട് വന്ന ആൾക്കാരായിരിക്കും. എപ്പോഴും മദ്യത്തിൻ്റെ ഇൻടേക്കിനെ പറ്റി അവരൊരിക്കലും ശരിയായ ഒരു ആൻസർ ആർക്കും കൊടുക്കത്തില്ല. എത്രമാത്രം കഴിക്കുന്നു, എത്ര നാളായിട്ട് കഴിക്കുന്നു, ഇതൊക്കെ ചോദിച്ചാൽ. ഓക്കെ. അതാണ് ലൈയിങ് അബൌട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് ഡ്രഗ്സ് ഓർ ആൽക്കഹോൾ യൂസ്ഡ്. ദെൻ അവോയ്ഡിങ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഇൻ ഓർഡർ ടു ഗെറ്റ് ഡ്രങ്ക്, അതായത് ഇങ്ങനെ കുടിച്ചു നടക്കുന്നതിന് ഫാമിലിയിലെ മറ്റാൾക്കാരെയൊക്കെ അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരറിയരുത് ഇവൻ കുടിച്ചിട്ടാണ് വന്നേക്കുന്നത്, അല്ലെങ്കിൽ ഇവൻ ഇന്നലത്തെ പോലെ അല്ല ഇന്ന് വന്നേക്കുന്നത്. കുടിച്ചവരെ കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ കുടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് വീട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവരെപ്പോഴും അവോയ്ഡ് ചെയ്യുക, ഒരു പക്ഷേ വരാതിരിക്കുക, ജോലി സ്ഥലത്ത് തന്നെ കിടന്നുറങ്ങുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്.
പിന്നെ ഹൈഡിങ് ആൽക്കഹോൾ വാങ്ങിച്ച് എവിടെയെങ്കിലുമൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും, പക്ഷേ വീട്ടുകാർക്കൊന്നും അറിയത്തില്ല ഇതൊക്കെ എവിടെയൊക്കെയാണ് ഇരിക്കുന്നതെന്ന്. പക്ഷേ അവർക്കറിയായിരിക്കും, അവർ വേണ്ട വിധത്തിൽ അതെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും. അതാണ് ഹൈഡിങ് ആൽക്കഹോൾ. പിന്നെ ഇതിനെ മെഡിക്കലി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ എങ്ങനെ മാനേജ്മെൻറ്റിന് ഹോസ്പിറ്റലൈസേഷൻ ഉണ്ട്, ഡീറ്റോക്സിഫിക്കേഷൻ ഉണ്ട്. ഹോസ്പിറ്റലൈസേഷൻ മെഡിക്കൽ മാനേജ്മെൻറ്റ് വീട്ടിൽ വെച്ചൊക്കെ കൊടുക്കാൻ OPD മാനേജ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെയൊക്കെയാണ് ഹോസ്പിറ്റലൈസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് പേഷ്യൻറ്റിന് ഡിപ്പെൻഡൻ്റ് ഉള്ള പേഷ്യൻറ്റിനെ വിഡ്രോവൽ സിംറ്റംസിൽ നിന്നോ അങ്ങനെയൊക്കെയുള്ളവരെയൊക്കെ ആ വിഡ്രോവൽ അല്ലെങ്കിൽ മദ്യത്തിൽ നിന്ന് ടോട്ടലി വിമുക്തരാക്കാൻ ഉദ്ദേശിച്ച് വരുന്നവരെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഡീറ്റോക്സിഫിക്കേഷൻ ഇസ് ദ യൂസ് ഓഫ് ഡ്രഗ്സ് ടു ഡിപ്പെൻഡൻറ്റ് പേഴ്സൺ ടു റിക്കവർ ഫ്രം ഇൻടോക്സിക്കേഷൻ ഇൻ എ സൂപ്പർവൈസ്ഡ് മാനർ ആസ് ഫോളോസ്. നേരത്തെ പറഞ്ഞല്ലോ, അത് അങ്ങനെ വിമുക്തരാണ്, അത് സൂപ്പർവൈസ്ഡ് മാനറിൽ വേണം ചെയ്യാമെന്ന് പറഞ്ഞ് അതിന് കൊടുക്കുന്ന ഡ്രഗിലൊന്നാണ് നാൽട്രിക്സോൺ എന്ന് പറയുന്ന ഒരു ഡ്രഗ്, അല്ലെങ്കിൽ അക്കാംപ്രോസേറ്റ് ആൻഡ് ഡൈസൾഫിറാൻ ഫോർ പേഷ്യൻസ് വിത്ത് ആൽക്കഹോൾ അബ്യൂസ്. ഡൈസൾഫിറാം RAM എന്നാണ്, സ്പെല്ലിങ് തെറ്റാണ് ഇതിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ഡ്രഗ്സാണ് കൂടുതൽ കൊടുക്കുന്നത്. പിന്നെ നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ഫോർ ടുബാക്കോ അഡിക്ഷൻ. അതായത് ടുബാക്കോ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി കൊടുക്കുന്നുണ്ട്. അതിന് പകരം അവരെപ്പോഴും ബീഡിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനും, സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളവരെ വിടുതൽ പ്രാപിക്കാനുള്ള ഇതാണ് നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. പിന്നെ മെഥാഡ്രോൺ ആൻഡ് നാൽട്രിക്സോൺ ഫോർ അഡിക്ഷൻ ഓഫ് ഓപ്പിയോയിഡ്സ്. അപ്പോൾ ഓപ്പിയോയിഡ്സ് അഡിക്റ്റഡ് ആയിട്ടുള്ളവർക്കാണ് മെഥാഡ്രോണും നാൽട്രിക്സോണും കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ മെഡിക്കൽ മാനേജ്മെൻറ്റ്, പിന്നെ ബിഹേവിയർ ട്രീറ്റ്മെൻറ്റിനകത്ത്, അത് ഇപ്പോൾ പറഞ്ഞെല്ലാം ഡ്രഗ് തെറാപ്പിയാണ്. പിന്നെ ബിഹേവിയർ ട്രീറ്റ്മെൻറ്റിനകത്ത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഉണ്ട്, പിന്നെ ഫാമിലി തെറാപ്പി ഉണ്ട്, അവേർഷൻ തെറാപ്പി ഉണ്ട്, പിന്നെ ഗ്രൂപ്പ് തെറാപ്പി, കൗൺസിലിംഗ്, പിന്നെ റെസിഡൻഷ്യൽ ട്രീറ്റ്മെൻറ്റ്. അത് ഈ റെസിഡൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ദോസ് പേഴ്സൺ വിത്ത് സിവിയർ പ്രോബ്ലം ആണ്. സാധാരണ വീട്ടിലൊക്കെ അവരെ വെച്ച് ട്രീറ്റ് ചെയ്യാനും, അവരെ ഹോസ്പിറ്റലിൽ വെച്ച് ട്രീറ്റ് ചെയ്യാനും ഒക്കെ കുറച്ച് നാൾ അവരെ മാറ്റി എവിടെയെങ്കിലും താമസിപ്പിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അതാണ് റെസിഡൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ദോസ് വിത്ത് സിവിയർ പ്രോബ്ലം. ഓക്കെ, പിന്നെ ഇനി പ്രിവെൻഷൻ ഓഫ് സബ്സ്റ്റൻസ് അബ്യൂസിനെ പറ്റി ചോദിച്ചാൽ അതിനകത്ത് മെയിൻലി കുറേ പോയിൻറ്റ്സ് ഉണ്ട്. അതായത് നാഷണൽ പ്രോഗ്രാം ഫോർ ഹെൽത്ത് ആൻഡ് ഡ്രഗ് എഡ്യൂക്കേഷൻ. ഓക്കെ, പിന്നെ ഒന്ന് ഹെൽപ്പിംഗ് ഫാമിലി മെമ്പേഴ്സ് ടു എസ്റ്റാബ്ലിഷ് ഹെൽത്തി ആൻഡ് ഹാർമോണിയസ് റിലേഷൻഷിപ്പ്, ദെൻ പ്രൊവൈഡ് ഹെൽത്തി ആൻഡ് ഹാപ്പി ഫാമിലി എൻവയൺമെൻറ്റ്, ദെൻ റെൻഡർ ക്രൈസിസ് കൗൺസിലിംഗ് ടു ഇൻഡിവിജ്വൽസ്, ദെൻ ടീച്ച് സ്ട്രെസ് റിഡക്ഷൻ ടെക്നിക് ടു കമ്മ്യൂണിറ്റി. അതായത് സാധാരണ അറിയാതെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് ഒരു കാരണമായിട്ട് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സ്ട്രെസ് റിഡക്ഷൻ ടെക്നിക്സ്. പിന്നെ പ്രൊമോട്ട് മാസ് മീഡിയ ആക്ടിവിറ്റീസ് ടു ഇൻക്രീസ് അവയർനെസ് അബൌട്ട് സബ്സ്റ്റൻസ് അബ്യൂസ്. അതായത് സബ്സ്റ്റൻസ് അബ്യൂസിനെ പറ്റി നല്ല അവയർനെസ് കൊടുക്കാൻ വേണ്ടി മാസ് മീഡിയ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഫ്രം ഗവൺമെൻറ് ലെവൽ ഓർ വോളണ്ടറി ലെവലിലോ ഒക്കെ അത് സംഘടിപ്പിക്കാം. പിന്നെ റെസ്ട്രിക്ട് ദ ഈസി അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റൻസ്. അതായത് പെട്ടെന്ന് മദ്യം കിട്ടാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. പിന്നെ ഒന്ന് educate the parents about the various changes associated with the substance abuse. അതായത് ചിലപ്പം അഡോളസൻസോ കുട്ടികളോ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ പേരൻസിനോട് പറയണം അവരെ പ്രോപ്പർലി ഒബ്സർവ് ചെയ്യാമെന്ന്. കാരണം അവരുടെ എന്തെങ്കിലും ബിഹേവിയറിൽ അബ്നോർമാലിറ്റി അവർ കാണിക്കുന്നുണ്ടോ, അതായത് അതുമായിട്ട് സബ്സ്റ്റൻസ് അബ്യൂസുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും അബ്നോർമാലിറ്റി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അവരോട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നവർക്കോ, അതായത് പേരൻസിനോ ഫ്രണ്ട്സിനോ കൊളീഗ്സിനോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരോട് അവർക്ക് അവർക്ക് അതിനെപ്പറ്റി അവയർനെസ് കിട്ടണം. എങ്കിൽ മാത്രമേ അവർക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എൻഹാൻസ് ദ നമ്പർ ഓഫ് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഇൻ ദ കമ്മ്യൂണിറ്റി. അതായത് ഡി അഡിക്ഷൻ എന്ന് പറയുന്ന, അതായത് ഈ പറയുന്ന മദ്യപന്മാർക്ക് ഡി അഡിക്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ കിട്ടുന്ന സെൻറ്റേഴ്സ് കൂടുതൽ സമൂഹത്തിലുണ്ടാകണം. പിന്നെ ലെജിസ്ലേറ്റീവ് മെത്തേഡ്സ് ടു ബി പെർഫോം ടു കൺട്രോൾ ദ പ്രൊഡക്ഷൻ, സപ്ലൈ, സെയിൽ ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഡ്രഗ്സ്. അതായത് ലെജിസ്ലേറ്റീവ് മെത്തേഡ്സ് പറഞ്ഞാൽ നിയമങ്ങൾ ഉണ്ടാക്കുക. എന്തിനാ? ടു ഫോർമുലേറ്റ്, ടു കൺട്രോൾ ദ പ്രൊഡക്ഷൻ, സപ്ലൈ ആൻഡ് സെയിൽ ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഡ്രഗ്സ്. അതെങ്ങനെയൊക്കെ
ഉണ്ട്. മദ്യം അവൈലബിൾ ആവുന്നതിന് ഏതൊക്കെ സംവിധാനങ്ങൾ അത് കിട്ടുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് കിട്ടാതിരിക്കുന്നതിനുള്ള സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ കിട്ടാം, എത്രമാത്രം റെസ്ട്രിക്റ്റഡ് ആകണം ഇതിൻ്റെ സപ്ലൈ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നിയമങ്ങൾ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അതിൻ്റെ അവൈലബിലിറ്റി കുറയ്ക്കാനും റെസ്ട്രിക്റ്റ് ചെയ്യാനും കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ സബ്സ്റ്റൻസ് അബ്യൂസിൽ ഇന്ന് പഠിച്ചത്. ഓക്കെ, അതിനകത്ത് നമ്മൾ ജനറലിയാണ് പറഞ്ഞത്. ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് സിൻഡ്രോം എന്നും പറഞ്ഞ് നിങ്ങൾക്ക് വേറൊരു ടോപ്പിക്ക് വരും. അതിനകത്ത് മെയിൻലി ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ആൽക്കഹോൾ ഇൻടേക്ക് ആസ് വെൽ ആസ് ദി പ്രോബ്ലം റിലേറ്റഡ് വിത്ത് ആൽക്കഹോൾ ഡിപ്പെൻഡൻറ്റ്. ഇത് നമ്മൾ ജനറലായിട്ടാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏത് സബ്സ്റ്റൻസിന് ഉപയോഗിച്ചാലും അതുകൊണ്ടുള്ള കോമൺ ആയിട്ടുള്ള പ്രോബ്ലം എന്തൊക്കെയാണ്, കോമൺ യൂസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു ബേസിക് കാര്യങ്ങൾ നിങ്ങൾ അറിയണം. അതായത് ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ്, സിംറ്റമറ്റോളജി ഉണ്ട്, പിന്നെ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ ഡിഫറെൻറ്റ് ടേംസ് റിലേറ്റഡ് ടു ദിസ് സബ്ജക്റ്റ് ആൻഡ് ഓൾസോ ഇത് പേഷ്യൻ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ അവസ്ഥകളിൽ കൂടെ ആ വ്യക്തി പോകാം, അല്ലേ, എത്രമാത്രം ഏതൊക്കെ ഡ്രഗ്സാണ്, ഏതൊക്കെ സാധനങ്ങളാണ് അവർ അബ്യൂസ് ചെയ്യുന്നത്, പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെയുള്ള വ്യക്തി ഏതെല്ലാം തരത്തിൽ ബിഹേവ് ചെയ്യാം, അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, ഏതെല്ലാം തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഇത്രയും പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ജനറലി വി ഗോട്ട് ആൻ ഐഡിയ ഓഫ് സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡർ. ഇതിനകത്ത് ഇനി സ്പെസിഫൈ ചെയ്ത് വരുമ്പോൾ ഓരോ കെമിക്കൽസ് എടുക്കുമ്പോൾ എങ്ങനെയാണ് പേഷ്യൻ്റ് സിംറ്റം കാണിക്കുന്നതെന്നും അതുപോലെ തന്നെ ആൽക്കഹോൾ എടുക്കുമ്പോൾ എങ്ങനെയാണ്, പിന്നെ ഡിഫറെൻറ്റ് സബ്സ്റ്റൻസിനെ പിന്നെ നമ്മൾ പറഞ്ഞു ഓപ്പിയോയിഡ്, കനാബിനോയിഡ്, അങ്ങനെയുള്ള നിക്കോട്ടിൻ റിലേറ്റഡ്, അങ്ങനെ ഡിഫറെൻറ്റ് പറഞ്ഞു. അത് ഓരോന്നും എടുക്കുന്നതിന് ഓരോ തരം ചികിത്സയും അതിൻ്റേതായുള്ള മാനേജ്മെൻറ്റ്, അതിൻ്റേതായുള്ള സിംറ്റമറ്റോളജി ഒക്കെ ഉണ്ട്. അത് നമ്മൾ വേറെ പഠിക്കണം. ഇതിപ്പോൾ ജനറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറഞ്ഞുള്ളൂ. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് വാട്ട് ഈസ് called substance abuse disorder in general.